ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വോട്ടർമാരുണ്ട് ഇവിടെ. എനിക്കുറപ്പാണ് കോൺഗ്രസ്സിനകത്തുള്ള UDF-നകത്തുള്ള മാന്യതയുള്ള ഒരാളും ഇത് അംഗീകരിക്കില്ല. ഒരാൾക്കും ഇത് അംഗീകരിക്കാൻ പറ്റില്ല. ചിലരെന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ടീച്ചർ വിഷമിക്കണ്ട, ഞങ്ങൾക്കൊക്കെ അതിലെതിരെ അഭിപ്രായമുണ്ട്, ഇത് ഏത് ഗ്യാങ്ങാണ് ഈ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാർ, സഹോദരി സഹോദരന്മാർ, നിങ്ങൾ ഏത് പാർട്ടിയിലോ പെട്ടവരാകട്ടെ, നിങ്ങൾക്ക് എന്നെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഇന്നതാണെന്ന് പറയാം. ഈ നുണപ്രചരണത്തിൽ വിശ്വസിക്കരുത്. എൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ വന്നിട്ട് ശുദ്ധ തെറി എഴുതുക, കേട്ടാലറക്കുന്ന തെറി. പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടാൽ എതിരഭിപ്രായം എഴുതാം, അതിനൊന്നും വിരോധമില്ല. നിങ്ങൾ പറയുന്നത് ശരിയല്ല, നിങ്ങൾ അങ്ങനെയാണെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടാൻ അവർക്ക് അവകാശമുണ്ട്. പക്ഷേ കേട്ടാലറക്കുന്ന തെറിക്ക് വേണ്ടി ഒരു സംഘത്തെ കൊണ്ടുവന്നിരിക്കുക എവിടുന്നോ. പിന്നെ ഞാനിതിലൊന്നും അതിശയപ്പെടുന്നില്ല കേട്ടോ, ഇത് ഞാൻ പ്രതീക്ഷിച്ചതാണ്, ഇതേ ഉണ്ടാവുള്ളൂ ഇവരിൽ നിന്നുള്ളത്. പക്ഷെ അത് ശരിയാണെന്ന് ഇപ്പോൾ തെളിയിച്ചു. ഞാൻ MLA ആയപ്പോഴും മന്ത്രി ആയപ്പോഴും എൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഈ നാട്ടിലെ കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും എല്ലാം അറിയുന്ന കാര്യമാണ്. ഞാനാണ് ഏറ്റവും ശരി, എല്ലാം ചെയ്തത് ഞാനാണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പതറി ഇരിക്കാതെ നിവർന്നു നിന്ന് ആ പ്രതിസന്ധിയെ നേരിടാൻ ജനങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അത് ഞാനൊരു MP ആയാലും ചെയ്യും, ജനങ്ങളുടെ കൂടെ ഉണ്ടാകും. പക്ഷേ ഈ ജാതി വ്യക്തിഹത്യ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് നേരിടുക, ജീവിതത്തിൽ ആദ്യമായിട്ട്. അത്ര വൃത്തികെട്ട ഒരു സംഘമാണ് അവർ. നിങ്ങളെങ്ങനെയാണ് അവർക്ക് വോട്ട് ചെയ്യാമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ പൊളിറ്റിക്സ് ഏതായാലും അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ. പ്രിയപ്പെട്ടവരത് മനസ്സിലാക്കണം. നമസ്കാരം, ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. KK ശൈലജ ടീച്ചർ വെറുമൊരു സ്ഥാനാർത്ഥിയല്ല. നിപ ഭീതിയുടെ പ്രതിസന്ധി കാലഘട്ടത്തിൽ, കോവിഡിന്റെ കാലത്ത് സ്വന്തം ജീവൻ മറന്നും കാവലിരുന്ന ജനകീയ നേതാവാണ് വടകര സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചർ. മര്യാദയുടെ സകല സീമകളും ലംഘിച്ചുകൊണ്ടുള്ള സൈബർ ആക്രമണമാണ് ഇപ്പോൾ ശൈലജ ടീച്ചർ നേരിടുന്നത്. അശ്ലീല കമന്റുകളിലൂടെ, വ്യാജ വീഡിയോ ക്ലിപ്പുകളിലൂടെ അപമാനിക്കപ്പെടുകയാണ് കേരളത്തിന്റെ പെരുമ ലോകത്തിന്റെ തന്നെ നെറുകയിലേക്ക് എത്തിച്ച നമ്മുടെ സ്വന്തം ശൈലജ ടീച്ചർ. ഇതിനു പിന്നിൽ വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും UDF-ന്റെ മീഡിയ വിങ്ങുമാണെന്ന് ശൈലജ ടീച്ചർ തുറന്നു പറയുന്ന സ്ഥിതിയുണ്ടായി. ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൽ കോൺഗ്രസും UDF-ഉം മുന്നോട്ട് വെക്കുന്ന ഈ പുത്തൻ അശ്ലീല പ്രചാരണ രീതിയെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? ഈ അധിക്ഷേപത്തിന് ഒരു അറുതി വേണ്ടേ? ന്യൂസ് ആൻഡ് വ്യൂസ് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിഥികളായി പങ്കെടുക്കുന്നത് CPIM പ്രതിനിധി KT കുഞ്ഞിക്കണ്ണൻ, കോൺഗ്രസ് പ്രതിനിധി ഡോക്ടർ സോയ ജോസഫ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ A സജീവൻ. ആദ്യം ശ്രീ KT കുഞ്ഞിക്കണ്ണനിലേക്കാണ് പോകുന്നത്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഇന്നലെ ശൈലജ ടീച്ചർ നേരിടുന്ന ഈ അതിക്രമത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞ വാർത്താ സമ്മേളനത്തിൽ അങ്ങുമുണ്ടായിരുന്നു. വളരെ കൃത്യമായി വടകരയിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ അക്രമിക്കൂട്ടം തുടർച്ചയായി ശൈലജ ടീച്ചറെ വ്യക്തിഹത്യ നടത്തുന്ന ഈ സംഭവങ്ങൾക്ക് വലിയൊരു സാക്ഷിയാണ് KT കുഞ്ഞിക്കണ്ണൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ടീച്ചർക്കെതിരെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ സൈബർ ഗ്രൂപ്പ് നടത്തുന്നത്? പ്രത്യേകിച്ച് ഷാഫി പറമ്പിലാണ് ഇതിൻ്റെ പിന്നിലെന്ന്, UDF-ന്റെ മീഡിയ വിങ്ങാണ് ഇതിന് പിന്നിലെന്ന് കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വരെ പരാതി എത്തിയിരിക്കുന്ന ഒരു സാഹചര്യം, പോലീസിൽ പരാതി എത്തിയിരിക്കുന്ന സാഹചര്യം. എന്താണ് ടീച്ചർ വടകരയിൽ നേരിടുന്നത്? UDF സ്ഥാനാർത്ഥിയും UDF-ന്റെ നേതൃത്വവും വടകരയിൽ രാഷ്ട്രീയം പറഞ്ഞ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനാവില്ല. കാരണം 15 വർഷക്കാലമായി വടകര ലോക്സഭാ മണ്ഡലം UDF-ന്റെ പ്രതിനിധികൾ, അതായത് മുല്ലപ്പള്ളി രാമചന്ദ്രനും K മുരളീധരനും പ്രതിനിധീകരിച്ച മണ്ഡലമാണ്. പക്ഷേ ഈ 15 വർഷക്കാലത്തിനിടയിൽ BJP 10 വർഷം ഈ രാജ്യം ഭരിച്ചു. ഈ ഒരു ദശകക്കാലം ഇന്ത്യൻ പാർലമെൻറ്റിൽ വടകരയെ പ്രതിനിധീകരിച്ച UDF പ്രതിനിധികൾ എന്താണ് ചെയ്തത്? NIA UAPA നിയമം വന്നു, പിന്തുണച്ചു. മുത്തലാഖ് നിരോധന നിയമം വന്നു, UDF പ്രതിനിധി പിന്തുണച്ചു. ഇപ്പോൾ വിവാദപരമായി നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ തെരഞ്ഞെടുപ്പിൻ്റെ കേന്ദ്ര വിഷയമായിരിക്കുന്ന പൗരത്വ നിയമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കോൺഗ്രസ്സിന് നിലപാടില്ല. ഈ കേന്ദ്ര രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം ഏറ്റവും ശക്തമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മണ്ഡലമാണ് വടകര.
അപ്പോൾ രാഷ്ട്രീയമായി പ്രതിരോധം നഷ്ടപ്പെട്ട ഈ കോൺഗ്രസ്സുകാർ, UDFകാർ ഏറ്റവും വൃത്തികെട്ട അശ്ലീലകരമായ പ്രചരണം, സൈബറിടത്തെ ക്രിമിനൽ വൽക്കരിച്ചുകൊണ്ടുള്ള, നമ്മൾ മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള അശ്ലീല പ്രചരണം ആരംഭിച്ചിരിക്കുന്നു. കേരളം ശൈലജ ടീച്ചറെ കാണുന്നത് ഒരമ്മയെപ്പോലെയാണ്. ആ ശൈലജ ടീച്ചർക്കെതിരായിട്ട് ഈ ചർച്ചയിൽ എനിക്കോ നിങ്ങൾക്കോ ഉദ്ധരിക്കാനാവാത്ത അശ്ലീല വാക്കുകൾ, അശ്ലീല പദങ്ങൾ ഉപയോഗിച്ച് അധിക്ഷേപിക്കുകയാണ്. എൻ്റെ വടകര KL18 എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ ശൈലജ ടീച്ചറുടെ തല വെട്ടിവെച്ച് ഒരു പോർണോ ചിത്രത്തിന് കൊടുത്തത് ഇത് എന്താണ് കാണിക്കുന്നത്? ഏത് വൃത്തികേടും കാണിക്കും. ആ വൃത്തികേടുകളുടെ ഈ രീതിയിലുള്ള അധാർമികമായ പ്രചരണങ്ങളുടെ അണിയറയിലേക്ക് ചെല്ലുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. കാരണം ടീച്ചറുടെ വ്യക്തിപ്രഭാവം വടകരയിലെ വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. മലയാളികളുടെ, അത് വടകര മാത്രമല്ല, ലോകമെങ്ങുമുള്ള മലയാളികളുടെ ലോകാഭിമാനമാണ് ശൈലജ ടീച്ചർ. ഇവിടെ നീലിമ ഇൻട്രോ ആയിട്ട് പറഞ്ഞതുപോലെ തന്നെ ഈ ലോകം ഒരു മഹാമാരിയുടെ മുമ്പ് നമുക്ക് അപരിചിതമായിരുന്ന ഒരു സാംക്രമിക രോഗത്തിൻ്റെ പിടിയിൽപ്പെട്ട് അമേരിക്കയും ഇറ്റലിയും യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും പകച്ചു നിന്ന നാളുകളിൽ ഭരണകൂടത്തിന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതിരുന്ന ഒരു കാലത്ത് പ്രാണവായു കിട്ടാതെ മനുഷ്യർ കൂട്ടത്തോടെ മരിച്ചു വീഴുന്ന ഒരു ലോക സാഹചര്യത്തിൽ കേരളം സമചിത്തതയോടെ ധീരമായി ശാസ്ത്രത്തിൻ്റെ എല്ലാ സാധ്യതകളെയും വളരെ സംയമനപൂർവ്വം ഉപയോഗിച്ചുകൊണ്ട് കോവിഡിനെ പ്രതിരോധിച്ചു. ആ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ധീരമായി നേതൃത്വം കൊടുത്ത വ്യക്തിത്വമാണ് അന്നത്തെ ആരോഗ്യമന്ത്രി എന്ന നിലക്ക് ശൈലജ ടീച്ചർ. ആ ശൈലജ ടീച്ചറുടെ കർമ്മധീരത, ആ വ്യക്തിത്വം കേരളത്തിലെമ്പാടുമുള്ള ജനങ്ങൾ നെഞ്ചിലേറ്റിയിട്ടുണ്ട്. ആ രീതിയിലുള്ള ഒരു അംഗീകാരം, ആ രീതിയിലുള്ള ഒരു ബഹുമതി ശൈലജ ടീച്ചർക്കുണ്ട്. ശൈലജ ടീച്ചർ വടകരയിൽ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ ഇടതുപക്ഷ മുന്നണി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ സ്വീകാര്യതയായിരുന്നു. കോൺഗ്രസിൻ്റെ എത്രയോ നേതാക്കൾ ഞങ്ങളോടൊക്കെ വ്യക്തിപരമായി ശ്രമിച്ചിട്ടുണ്ട്, വടകരയിൽ കോൺഗ്രസ്സുകാർ നോക്കണ്ട. അത്രയും സ്വീകാര്യതയുള്ള കേരളത്തിലെ ഓരോ കുടുംബത്തിലെയും കുട്ടികൾ തൊട്ട് അമ്മമാർ വരെ, മുതുമുത്തശ്ശന്മാർ വരെ ഏറ്റവും ആരാധനയോടുകൂടി കാണുന്ന, തങ്ങളിൽ ഒരാളായി ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരാളാണ് ശൈലജ ടീച്ചർ. അങ്ങനെ ശൈലജ ടീച്ചറുടെ വ്യക്തിത്വത്തെ ഒരർത്ഥത്തിലും പ്രതിരോധിക്കാനാവില്ല എന്ന അവസ്ഥ വന്നപ്പോഴാണ് അവരുടെ വ്യക്തിത്വത്തെ അപകീർത്തിപ്പെടുത്തുക, വ്യക്തിഹത്യ നടത്തുക എന്ന ഒരു മാധ്യമതന്ത്രം UDF സ്വീകരിച്ചിരിക്കുന്നത്. ഇത് വളരെ ആസൂത്രിതമായി സംഭവിച്ചതാണ്. ഷാഫി ഇന്ന് പത്രക്കാരോടോ ആരോടോ സംസാരിക്കുന്നത് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ കേട്ടു. ഷാഫി ചോദിക്കുന്നത്, ഒരൊറ്റ UDFകാരൻ ടീച്ചർക്കെതിരായിട്ട് വ്യാജ വീഡിയോ ഇട്ടത് കണ്ടാൽ അവർക്കെതിരായിട്ട് നടപടിയെടുക്കും, ഞങ്ങൾ അതിനുവേണ്ടി എന്തും ചെയ്യുമെന്നാണ്. ഞാൻ ഷാഫിയെ വെല്ലുവിളിക്കുന്നു ഈ ചർച്ചയിൽ. UDFൻ്റെ വടകര ലോകസഭാ മണ്ഡലം മീഡിയ ഗ്രൂപ്പിലാണ് കാന്തപുരം അബൂബക്കർ മൗലവി, അദ്ദേഹം എന്ന് പറയുന്നത് പരമാധാരണ്യനായ ഒരു ആത്മീയ പുരുഷനാണ്. ഇസ്ലാം മതത്തിലെ ഒരു പ്രത്യേകധാരയുടെ പ്രതിനിധിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പേരിൽ വ്യാജ പോസ്റ്ററും വ്യാജ ലെറ്റർ ഹെറ്റും ഉണ്ടാക്കി മീഡിയ ഗ്രൂപ്പിൽ വരെ ഇട്ടു. ശൈലജ ടീച്ചർ കോഴിക്കോട്ടെ ഒരു സെമിനാറിൽ, കൃഷ്ണപിള്ള സ്മൃതി സെമിനാറിൽ സ്ത്രീയും സമൂഹവും എന്ന വിഷയത്തെ കേന്ദ്രീകരിച്ച് നടന്ന ഒരു സംവാദത്തിൽ ഇടപെട്ടുകൊണ്ട് നടത്തിയ സുദീർഘമായൊരു പ്രസംഗമുണ്ട്. ആ സുദീർഘമായ പ്രസംഗം യൂട്യൂബിൽ നിന്ന് തങ്ങൾക്കാവശ്യമായ രീതിയിൽ അടർത്തിയെടുത്ത് കട്ട് ചെയ്ത് ശൈലജ ടീച്ചർ ഇസ്ലാമിനെ, പ്രവാചകനെ അപമാനിച്ചു, അപകീർത്തികരമായ രീതിയിൽ പ്രവാചകനെ അവതരിപ്പിച്ചു എന്ന രീതിയിൽ വലിയ പ്രചരണം, ശൈലജ ടീച്ചറുടെ ഇസ്ലാമിക ഇതൊക്കെ തന്നെ UDFൻ്റെ വടകര ലോകസഭാ മണ്ഡലം മീഡിയ ഗ്രൂപ്പിൽ വന്ന വീഡിയോകളാണ്. അപ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ എത്ര കള്ളനാണ് ഈ ഷാഫി പറമ്പിനെ പോലുള്ള ആളുകൾ. കേരളത്തിലെ ആ മീഡിയ ഗ്രൂപ്പിൽ വന്ന വീഡിയോ ആണ് നമ്മളെല്ലാം കണ്ടത്. ആ മീഡിയ ഗ്രൂപ്പിൽ നിന്നാണ് അത് ഷെയർ ചെയ്യപ്പെട്ടത്. ആ മീഡിയ ഗ്രൂപ്പിൽ വന്ന കാര്യം മറച്ചു വെച്ചുകൊണ്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് അദ്ദേഹം പറയുന്നത് എന്താണ്? ഔദ്യോഗികമായ പേജിലോ ഏതെങ്കിലും UDFകാരൻ ഇത്തരം പ്രചരണം നടത്തിയതായി എൻ്റെ ശ്രദ്ധയില്ല, ഉണ്ടെങ്കിൽ ഞങ്ങൾ നടപടിയെടുക്കുമെന്ന്. ഇതാ വടകര ലോകസഭാ മണ്ഡലം UDFൻ്റെ മീഡിയ ഗ്രൂപ്പിലാണ് ശൈലജ ടീച്ചർ ഇസ്ലാമിനെ അപമാനിച്ചു, പ്രവാചകനെ അപമാനിച്ചു എന്ന രീതിയിൽ ഒരു വീഡിയോ വന്നത്. അത് എഡിറ്റഡാണ്. ഇപ്പോൾ ആ വീഡിയോയുടെ പൂർണ്ണരൂപം ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ട ഒരു തെക്കുള്ള ഒരു ഇസ്ലാമിക പ്രഭാഷകൻ, ഞാൻ ഇന്ന് അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഈ വീഡിയോ എഡിറ്റഡ് ആണെന്ന് എനിക്കറിയില്ലായിരുന്നു. കണ്ടപ്പോൾ ശൈലജ ടീച്ചറെ പോലുള്ള ഒരാളുടെ ഭാഗത്ത് നിന്ന് പ്രവാചകനെക്കുറിച്ച് ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടായത് ആ ചരിത്രം അറിയാത്തത് കൊണ്ടാവാം എന്ന രീതിയിലാണ് ഞാൻ എൻ്റെ രോഷം പ്രകടിപ്പിച്ച് ഒരു ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇട്ടത്. പക്ഷേ നിങ്ങളുടെ വീഡിയോ പെട്ടെന്ന് വന്നു, അത് കണ്ടപ്പോൾ ഞാൻ അത് പിൻവലിച്ചു. അപ്പോൾ എന്താണ് ഇവർ ഉണ്ടാക്കുന്ന? എന്താണ് ഇസ്ലാം മതവിശ്വാസികളെ ആകെ
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ശൈലജ ടീച്ചർക്കും എതിരായിട്ട് ചിന്തിപ്പിക്കാൻ കഴിയുമോ എന്ന വൃത്തികെട്ട വർഗീയമായ പരീക്ഷണമാണ് അതാണ് വടകരയിൽ നടക്കുന്നത്. ശൈലജ ടീച്ചർക്കെതിരായ ഇസ്ലാമോഫോബിയ ചാർത്തി കൊടുക്കുന്നതിന്റെ കാരണവും വളരെ വ്യക്തമാണ്. ആ രാഷ്ട്രീയത്തിലേക്കെല്ലാം വരേണ്ടതുണ്ട്. ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി ഡോക്ടർ സോയ ജോസഫിലേക്ക് പോവുകയാണ്. ഡോക്ടർ സോയ, ഈ പൊതുരംഗത്ത് നിൽക്കുന്ന അങ്ങേയറ്റം ആദരണീയയായ ശൈലജ ടീച്ചർക്കെതിരെ തുടർച്ചയായി വ്യക്തിഹത്യ നിങ്ങളുടെ സൈബർ ഇടങ്ങളിലൂടെ നടക്കുന്നു എന്നത് അങ്ങേയറ്റം ആശ്ചര്യജനകമാണ്, ആശങ്കാജനകമാണ്. കാരണം ഇത്തരത്തിലാണോ ഒരു രാഷ്ട്രീയ പോരാട്ടം നേരിടേണ്ടത്? ഇങ്ങനെയാണോ രാഷ്ട്രീയ എതിരാളികളെ നേരിടേണ്ടത് എന്നുള്ള വലിയ ചോദ്യം അവശേഷിക്കുകയാണ്. താങ്കളും കണ്ടു കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ എൻ്റെ വടകര KL18 എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജൊക്കെ ഒരുപക്ഷെ സോയ കൂടി അതെല്ലാം കണ്ടു കാണും. ഈ ടെലിവിഷൻ ചർച്ചയിൽ ഉദ്ധരിക്കാൻ കഴിയാത്ത വാക്കുകൾ, പദപ്രയോഗം, അറപ്പുളവാക്കുന്ന തെറി, അശ്ലീല പ്രയോഗം, അശ്ലീല വീഡിയോ, ഇതൊന്നും ഒരു മാധ്യമത്തിലൂടെ പ്രദർശിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളത് കാണിക്കാത്തത്. അങ്ങേയറ്റം 68 വയസ്സായ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന, ലോകമാകെ അംഗീകാരം നേടിയെടുത്ത ഒരു പൊതുപ്രവർത്തകയെക്കുറിച്ചാണ് ഇത്തരത്തിൽ നീചമായ വ്യക്തിഹത്യ കുറെ ദിവസങ്ങളായി നിങ്ങളുടെ സൈബർ ഇടങ്ങളിൽ നടക്കുന്നത്. എന്താണ് പ്രതികരണം? ഒരു സ്ത്രീ എന്ന നിലയിൽ ആദ്യം തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. ആർക്കെതിരെ, ഒരു സ്ത്രീക്കെതിരെ ആര് വ്യക്തിഹത്യ നടത്തിയാലും തീർച്ചയായും അതിനെതിരെ നിയമം നടപ്പിലാക്കണം, അത്തരം ആളുകളെ അല്ലെങ്കിൽ നിയമത്തിന് വിധേയമാക്കണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞു വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഈ ചർച്ചയുടെ തുടക്കം മുതൽ നിരന്തരം ആരോപിച്ചിട്ടുള്ള, ഞാൻ ശൈലജ ടീച്ചറിന്റെ പത്രസമ്മേളനത്തിലെ ആദ്യത്തെ വരി ഇങ്ങനെയാണ്: UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷാഫി പറമ്പിൽ നേതൃത്വം കൊടുക്കുന്ന, അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ ഉൾപ്പെടെ എന്ന് പറയുന്ന ഒരു വാക്ക് അവർ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ ഈ ചാനൽ ചർച്ചയിൽ വന്നിരിക്കുന്ന നിങ്ങൾ ഉൾപ്പെടെ, ആദരണീയനായിട്ടുള്ള കുഞ്ഞിക്കണ്ണൻ സഭ ഉൾപ്പെടെയുള്ള ആളുകളോട് ഞാൻ ഒരൊറ്റ കാര്യം പറയാണ്. ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഞങ്ങളുടെ KSU കാലം മുതൽ ഞങ്ങൾക്കറിയുന്ന നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലോ അദ്ദേഹത്തിൻ്റെ ഇത്ര നാളുമുള്ള പൊതുപ്രവർത്തന രംഗത്തോ പൊതുവിടങ്ങളിലെ സംസാരത്തിലോ എവിടെയെങ്കിലും എന്തെങ്കിലും സ്ത്രീവിരുദ്ധമായിട്ടുള്ള ഒരു വാക്കോ സമീപനമോ കാണിച്ചു തരാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. അത്തരം ഒരു തരത്തിലുള്ള പരാമർശവും ഇതുവരെ തൻ്റെ രാഷ്ട്രീയ പൊതുജീവിതത്തിൽ നടത്തിയിട്ടുള്ള ആളല്ല അദ്ദേഹം. പിന്നെ രണ്ടാമത്തെ കാര്യം, നേരത്തെ നിങ്ങൾ പറഞ്ഞു വെച്ചെടുത്ത് തന്നെയാണ് ഞാൻ ആവർത്തിക്കുകയാണ്. ഇന്ന് ശ്രീ ഷാഫി പറമ്പിൽ പറഞ്ഞു, ഏതെങ്കിലും തരത്തിൽ UDFന്റെ പ്രവർത്തകരോ അല്ലെങ്കിൽ UDFന്റെ ആളുകളോ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ, ഞങ്ങൾ അതിൽ യാതൊരു പോലീസിന്റെ എല്ലാ അന്വേഷണങ്ങൾക്കും സഹകരിക്കാൻ പൂർണ്ണമായും ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞു. അല്ലാതെ നേരത്തെ ഗോവിന്ദമാഷ് DYFIക്കാരൻ അല്ലെങ്കിൽ പാനൂരിൽ ബോംബുണ്ടാക്കിയപ്പോൾ DYFI ഞങ്ങളുടെ പോഷക സംഘടനയല്ല എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞതുപോലെയുള്ള വർത്തമാനമല്ല ഞങ്ങൾ പറഞ്ഞു വെക്കുന്നത്. ഇത്തരത്തിലുള്ള പിണറായി വിജയനാണ്. ഡോക്ടർ സോയ, എന്റെ വടകര KL18 എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജ് കോൺഗ്രസിന്റെ UDFന്റെയോ ഔദ്യോഗികമായിട്ടുള്ള ഒരു പേജല്ല. ഇന്നലെ KK ശൈലജ ടീച്ചർ ഇന്നലെ വൈകിട്ട് 5:30 സോയ, ഡോക്ടർ ശൈലജ ടീച്ചർ 5:30 മണിക്കാണ് ഇന്നലെ വാർത്താ സമ്മേളനം നടത്തി ഈ നടക്കുന്ന വ്യക്തിഹത്യയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് മുൻപാകെ പറഞ്ഞത്. UDFന്റെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് വളരെ കൃത്യമായി അവർ പരാതി മുന്നോട്ട് വെച്ചു. UDFന്റെ മീഡിയ വിങ്ങിനെതിരെയും പരാതി ഉന്നയിച്ചു. എന്തുകൊണ്ടാണ് ഇപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞല്ലോ, 24 മണിക്കൂർ പിന്നിട്ടല്ലോ. ഡോക്ടർ സോയ, ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് അവിടുത്തെ സ്ഥാനാർത്ഥിയാണ്, നാളെ വോട്ട് കിട്ടേണ്ട ആളാണ്. അതെങ്കിലും മുൻനിർത്തി ശൈലജ ടീച്ചർ പറഞ്ഞത് ശരിയല്ല, എനിക്കിതിലൊരു പങ്കുമില്ല എന്ന് ഷാഫി ഇതുവരെ അതിനെ എതിർത്ത് ഒരു വാക്ക് സംസാരിക്കാൻ ഷാഫിക്ക് സാധിച്ചിട്ടുണ്ടോ? അതെന്തുകൊണ്ടാണ് ഷാഫിക്ക് പറ്റാത്തത്? ഇന്ന് അദ്ദേഹം വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്, നിങ്ങൾ ആരെങ്കിലും, ഞങ്ങൾക്കിത് യാതൊരു ഉത്തരവാദിത്വമുള്ള കാര്യമല്ല. ഈ സംസ്ഥാനം ഭരിക്കുന്നത് പിണറായി വിജയനാണ്, പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പാണ്, പിണറായി വിജയന്റെ പോലീസാണ്.
നിങ്ങൾക്ക് കണ്ടുപിടിക്കാം, നിങ്ങൾക്ക് നിയമപരമായി നേരിടാം, നിങ്ങൾക്ക് നിയമപരമായിട്ടുള്ള എന്ത് ശിക്ഷയും അല്ലെങ്കിൽ എന്ത് ആരോപണം അല്ലെങ്കിൽ ഈ ആരോപണം പൂർണ്ണമായും തെളിയിക്കാൻ യുഡിഎഫിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ യുഡിഎഫിന് മൊത്തം കളങ്കം വരുത്തുന്ന ഒരാരോപണമാണല്ലോ പരാതിയാണല്ലോ ഉയർന്നു വന്നിരിക്കുന്നത്. അതിലൊരു പ്രതികരണം ഉണ്ടാകണ്ടേ, ഒരു രാഷ്ട്രീയ പ്രതികരണം ഉണ്ടാകണ്ടേ? രമേശ് ചെന്നിത്തല മാത്രം അദ്ദേഹം മറ്റു കാര്യങ്ങൾ പറഞ്ഞതിനിടയ്ക്ക് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു സൈബർ ആക്രമണം ശരിയല്ല എന്ന് രമേശ് ചെന്നിത്തല മാത്രം പറയുന്നൊരു സ്ഥിതി ഉണ്ടായി. ഇവിടെ KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവുണ്ട്, ഇവരാരും മിണ്ടാത്തത് എന്താണ്? കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുണ്ടല്ലോ. ഈ സ്ഥാനാർത്ഥിക്കെങ്കിലും മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് ഇങ്ങനെയൊന്നും ഇത് ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്ന് പറയാൻ എന്താണ് തടസ്സം? അത് ശരിയല്ല എന്നുള്ള അഭിപ്രായത്തിൽ യാതൊരു തർക്കവുമില്ല. അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ അത് UDF ആണ് ചെയ്തത്, അത് ഷാഫി പറമ്പിലാണ് ചെയ്തത്, അത് ഷാഫി പറമ്പിലിന്റെ അനുയായികളാണ് ചെയ്തത് എന്ന് പറയുന്ന നിങ്ങളുടെ ആരോപണം ഏറ്റെടുക്കേണ്ട ആവശ്യമൊന്നും കോൺഗ്രസിനെ സംബന്ധിച്ചില്ല. കോൺഗ്രസിൽപ്പെട്ട ആർക്കും ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തമില്ല. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, അങ്ങേക്ക് ബോധ്യമായ കാര്യങ്ങൾ എന്തെല്ലാമാണ്? വടകരയിൽ ആരാണ് ഇത്തരത്തിൽ KK ശൈലജ ടീച്ചറെ വ്യക്തിഹത്യ നടത്തുന്ന നേതാക്കൾ ആരാണ്? വളരെ കൃത്യമായ ബോധ്യം അങ്ങേക്ക് ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. KK ശൈലജ ടീച്ചറെ വ്യക്തിഹത്യ നടത്തുന്നത് നിരവധി ഫേക്ക് ഐഡികൾ ഉണ്ടാക്കിക്കൊണ്ട് UDF കേന്ദ്രങ്ങളാണ്. ആ UDF കേന്ദ്രങ്ങൾക്കൊപ്പം എത്രയോ കാലമായിട്ട് സോഷ്യൽ മീഡിയയിൽ അശ്ലീലം മാത്രം ഭാഷയെ അറിയാവുന്ന കുറേ കോൺഗ്രസ്സുകാരും ലീഗ് പ്രവർത്തകരുമുണ്ട്. അശ്ലീലത്തിലപ്പുറത്ത് അവർക്കൊന്നും അറിഞ്ഞുകൂടാ, ഒരു രാഷ്ട്രീയ സംവാദത്തിനും അവർക്ക് കേൾപ്പില്ല. അങ്ങനെയുള്ള ഒട്ടും പ്രാപ്തിയില്ലാത്ത ധീരം പിടിച്ച ചിന്തകളും അശ്ലീലമായ രാഷ്ട്രീയ ആശയങ്ങളും സൂക്ഷിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരേത് വിഷയം വന്നാലും എനിക്കിവിടെ എടുത്ത് കാണിക്കാൻ പോലും പറ്റില്ല. ശൈലജ ടീച്ചറുടെ പേജിനടിയിൽ ഇവരെല്ലാം പ്രമുഖരായ കോൺഗ്രസ് നേതാക്കളാണ്, പ്രമുഖരായ ലീഗ് നേതാക്കളാണ്, പ്രാദേശികമായ ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കളാണ്. ഇത്തരത്തിലുള്ള ക്രിമിനൽ സംഘങ്ങളെ ഏകോപിപ്പിക്കുന്ന 3 സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ ഷാഫിക്ക് വേണ്ടി വടകരയിൽ പ്രവർത്തിക്കുന്നുണ്ട്. 3 സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ. ആ സോഷ്യൽ മീഡിയ ഹൗസുകളിൽ എത്രയോ ആളുകളെ നിർത്തിക്കൊണ്ട് ശൈലജ ടീച്ചറുടെ ഒരു പോസ്റ്റ് വന്നാൽ അതിനടിയിൽ കള്ളി, എനിക്ക് മറ്റൊന്നും എനിക്ക് പറഞ്ഞുകൂടാ. ഒരു സ്ത്രീയെക്കുറിച്ച് ഒരിക്കലും പറയാൻ പാടില്ലാത്ത സോയ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഷാഫിയെയും ഈ UDFകാരെയും ന്യായീകരിക്കുന്നത് വഴി സോയ ആദ്യം തന്നെ ഒരു മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ടല്ലോ. ഞാനൊരു സ്ത്രീ എന്ന നിലക്ക് ഇതിനെ അപലപിക്കുന്നു. നിങ്ങളൊരു സ്ത്രീയാണെങ്കിൽ സ്ത്രീകളെ സാമൂഹ്യ ജീവിതത്തിൽ നിന്ന് പൊതുപ്രവർത്തനം അകറ്റാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് എന്താണ്? ലൈംഗിക ആരോപണങ്ങളാണ്. പൊതുജീവിതത്തിൽ സ്ത്രീ ഇടപെട്ടാൽ ആകെ കുഴപ്പമാണ് എന്ന് വരുത്താൻ എപ്പോഴും ഉപയോഗിക്കുന്നത് ലൈംഗികമായ അശ്ലീലമായ ആരോപണങ്ങളാണ്. ശൈലജ ടീച്ചറെ പോലെ 68 വയസ്സുള്ള കേരളവും ലോകവും ആദരിക്കുന്ന ഒരു പൊതുപ്രവർത്തകർക്കെതിരായിട്ട് എങ്ങനെയാണ് നിങ്ങൾക്കിങ്ങനെ എഴുതാൻ കഴിയുന്നത്? നിങ്ങൾ നോക്കൂ, കോൺഗ്രസിൻ്റെ സംസ്കാരവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ ഷാഫി പറമ്പിലിൻ്റെ സംഘത്തിന് ഒരു പങ്കുമില്ല. അവരെന്താ ചെയ്തത്? വടകരയിൽ ഗാന്ധി പ്രതിമയിൽ ഹാരമണിയിച്ചുകൊണ്ട് ടീച്ചർ നോമിനേഷൻ കൊടുക്കാൻ പോയത്. വടകര ചരിത്രപ്രസിദ്ധമാണ്. ഗാന്ധിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചരിത്ര സംഭവങ്ങളിൽ സാക്ഷ്യം വഹിച്ച ഒരു പ്രദേശം കൂടിയാണ് വടകര. പക്ഷേ ഷാഫി പറമ്പിൽ നോമിനേഷൻ കൊടുക്കാൻ പോയത് എങ്ങനെയാണ്? സ്ത്രീകളിൽ ഏറ്റവും ദരിദ്രവും സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്നവരുമായ ആളുകൾ ചെയ്യുന്നൊരു തൊഴിലാണ് തൊഴിലുറപ്പ് തൊഴിൽ. ആ തൊഴിലുറപ്പ് പദ്ധതിയെ അധിക്ഷേപിക്കുക, അതിൽ പണിയെടുക്കുന്ന പെണ്ണുങ്ങളെ മോശക്കാരായി ചിത്രീകരിക്കുന്ന, അത് ഏതെങ്കിലും ഒരാൾ വിളിച്ചു കൊടുത്തല്ല കേട്ടോ, എഴുതി തയ്യാറാക്കിയ മുദ്രാവാക്യ സ്വഭാവമുള്ള പാട്ടുകൾ പാടിച്ചതാരാണ്? വടകരയിലെ കോൺഗ്രസ് നേതാക്കളാണ്. വളരെ അധമമായ വരേണ്യബോധം സൂക്ഷിക്കുന്ന കോൺഗ്രസ് നേതാക്കളാണ്, ലീഗ് നേതാക്കളാണ് വടകരയിൽ ഷാഫി പറമ്പലിന്റെ ഈ ക്യാമ്പയിന് നേതൃത്വം കൊടുക്കുന്നത്. എന്നിട്ട് ഷാഫി പറമ്പിൽ ആരൊന്നും അറിയില്ലേ രാമനാരായണ, അങ്ങനെ ഏതെങ്കിലും UDFകാരൻ പോസ്റ്റ് അങ്ങ് കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താ സോയ പറഞ്ഞത്? വെണ്ണപ്പാളി പ്രയോഗമാണോ ഉദ്ദേശിക്കുന്നത് സോയ? ഡോക്ടർ സോയ, വെണ്ണപ്പാളി സ്ത്രീകൾ അല്ല, അതിവിടെ ക്രീമി ലെയർ എന്ന വാക്കിന് പകരം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വാക്ക് തന്നെയാണ്. ക്രീമി ലെയർ എന്ന വാക്കിന് പകരം ഉപയോഗിക്കാവുന്ന ഒരു വാക്കാണ് അത്. അതായത് P. ജയരാജൻ ഇത്രയും ഉദ്ദേശിച്ചുള്ളൂ. സമൂഹത്തിൽ ഉന്നത സാമ്പത്തിക ഭദ്രതയുള്ള ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന സ്ത്രീകളെ കുറിച്ച് അതാണ് പറഞ്ഞത്. എനിക്ക് തോന്നുമ്പോ എനിക്ക് ഉദാഹരണങ്ങളുണ്ട്. ഞാൻ ആദ്യഘട്ടത്തിൽ നിങ്ങൾ പറഞ്ഞ ആരോപണത്തോട് ഞാൻ വളരെ കൃത്യമായി പ്രതികരിച്ചു. ഇപ്പോ കുഞ്ഞിക്കണ്ണൻ സഖാവ് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം,
കേരളത്തിലെ ഒരു CPM-കാരും ഇതുവരെ സ്ത്രീകൾക്കെതിരെ ഒരക്ഷരം, കാരണം അദ്ദേഹം എന്നോട് പറയുന്നത് നിങ്ങളൊരു സ്ത്രീപക്ഷത്തിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് സഹിക്കാൻ പറ്റിയത്? കേരളത്തിന്റെ ചരിത്രം നമുക്കറിയാം. ഉമ്മൻചാണ്ടിയുടെ മക്കൾ ഉൾപ്പെടെയുള്ള ആളുകളെ പറ്റി പറഞ്ഞത് അറിയാം. KK രമ എന്ന് പറയുന്ന വടകരയിൽ നിന്ന് തന്നെയുള്ള ഒരാളെ ആസ്ഥാന വിധവ എന്ന് വിളിക്കുമ്പോൾ ആ നിയമസഭയിൽ തൊട്ടടുത്തിരുന്നത് കേട്ട ആളാണ് ശൈലജ ടീച്ചർ എന്ന് ഞാൻ വീണ്ടും പറഞ്ഞു വെക്കേണ്ടതില്ലല്ലോ. അതുപോലെ തന്നെ സിന്ധു ജോയിയെ വിളിച്ചിട്ടുള്ളത് നമുക്കറിയാം, ഷാനിമോൾ ഉസ്മാനെ വിളിച്ചിട്ടുള്ള പേര് നമുക്കറിയാം, ആന്തൂർ സാജൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബിസിനസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അത്തരം ഈ സർക്കാരിന്റെ വിവിധ രീതിയിലുള്ള ക്രമക്കേടുകൾ കൊണ്ട് ജീവിതം വഴിമുട്ടി ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയെ പറ്റി നിങ്ങളുടെ മുഖപത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ എഴുതി ചേർത്തിട്ടുള്ള കാര്യങ്ങൾ കേരള ജനത കണ്ടതാണ്. അതുപോലെ തന്നെ ആസ്ഥാന വിധവ എന്ന് KK രമയെ വിളിച്ചത് നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ, VS അച്യുതാനന്ദന്റെ പരാമർശങ്ങൾ, ശ്രീ KK മണിയുടെ പരാമർശങ്ങൾ, ശ്രീ MM മണിയുടെ പരാമർശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേരളത്തിന്റെ ചരിത്രത്തിലുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് CPM-ന്റെ സ്ത്രീപക്ഷ സമീപനമൊന്നും പ്രിയപ്പെട്ട സഖാവ് എന്റെ അടുത്ത് വീണ്ടും ആവർത്തിച്ച് പറയരുത്. പോകേണ്ടതുണ്ട്. താങ്കൾക്ക് സോയയുടെ ആരോപണങ്ങൾക്ക് മറുപടി പറയാം. അല്ല സോയ, താങ്കൾ ഇവിടെ എന്താണ് പ്രതിരോധം നഷ്ടപ്പെട്ട രീതിയിൽ സംസാരിക്കരുത്. P ജയരാജന്റെ ഫേസ്ബുക്കിൽ പറഞ്ഞ എന്താണ്? വെണ്ണപ്പാളി പെണ്ണുങ്ങൾ എന്നാണ്. വെണ്ണപ്പാളി എന്ന് പറഞ്ഞാൽ ക്രീമി ലെയറാണ്. ഒരു പ്രത്യേക സാമ്പത്തിക പദവിയിരിക്കുന്ന ആളുകളെ സൂചിപ്പിക്കാനുള്ള വളരെ സാമ്പത്തിക ശാസ്ത്രപരമായ ഒരു സംജ്ഞയാണ് ക്രീമി ലെയർ. ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് നമ്മൾ എന്തിനാ കൊണ്ടുവരുന്നത്? അത് അശ്ലീലാണോ? അത് ഒരാളെ മോശമാക്കുന്നതാണോ? അല്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾക്ക് പ്രതിരോധമില്ല. അപ്പോൾ വെണ്ണപ്പാളി എന്ന് കേട്ടപ്പോൾ എന്നാ വെണ്ണപ്പാളിയെ പിടിക്കാം. അപ്പോൾ കാര്യം മനസ്സിലാക്കണം, താങ്കളുടെ പേരിന്റെ മുമ്പിൽ ഒരു ഡോക്ടർ ഉണ്ടല്ലോ, അത് എന്ത് ഡോക്ടറേറ്റാന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് താങ്കളെ പോലുള്ള ആളുകൾ ഈ ചർച്ചയിൽ വെണ്ണപ്പാളി ഒരു മോശപ്പെട്ട പദമാണെന്ന് പറയരുത്. വെണ്ണപ്പാളി ഒരു മോശപ്പെട്ട പദമാണെന്ന് പറയരുത്. അത് ക്രീമി ലെയർ ആണ്. ഒരു സാമ്പത്തിക, അല്ലെങ്കിൽ കോൺഗ്രസിലെ സ്ത്രീകളൊക്കെ ഇങ്ങനെയാണ്. ഞാൻ സംസാരിക്കുന്നത് സോയ സംസാരിച്ചപ്പോൾ ആരും അത് പറയാനോ തടസ്സപ്പെടുത്താനോ ശ്രമിച്ചില്ല. പ്ലീസ് KT മറുപടി പറയട്ടെ. അതിന് ഇത്തരം ചർച്ചയിൽ വരുമ്പോൾ ഒരു മര്യാദ കാണിക്കണം. താങ്കൾ സംസാരിക്കും, ഒരു മര്യാദ കാണിക്കണം സോയ. താങ്കൾ സംസാരിക്കുമ്പോൾ ഞാൻ എത്ര ശ്രദ്ധയോടുകൂടിയാണത് കേട്ടു നിൽക്കുന്നത്. എനിക്കതിൽ കയറി ഇടപെടാൻ പറ്റാത്തത് കൊണ്ടാണോ? അല്ല, അതൊരു ജനാധിപത്യ മര്യാദയാണ്. കോൺഗ്രസ് ആയി പോകുന്ന ഒരാളിൽ നിന്ന് ജനാധിപത്യ മര്യാദ പ്രതീക്ഷിക്കേണ്ട എന്ന് സോയ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ആവർത്തിക്കേണ്ട. എല്ലാ ആളുകൾക്കും അറിയാം കോൺഗ്രസ്സുകാരൻ്റെ ജനാധിപത്യം എന്താണെന്ന്. അപ്പം ഞാൻ പറയുന്ന ഒരു വിഷയം വെണ്ണപ്പാടിയിലൊന്നും പിടിക്കേണ്ട. അത് ക്രീമി ലെയറാണ്. അതൊരു അശ്ലീല പദമല്ല, അത് ആരെയും മോശമാക്കുന്ന പദമല്ല. ഒരു പ്രത്യേക സാമ്പത്തിക വിഭാഗത്തെ, അതായത് വലിയ പണക്കാരായ തൊഴിലുറപ്പിനൊന്നും പോകാത്ത സ്ത്രീകൾക്ക്, അവരാണ് കോൺഗ്രസിൻ്റെ സാമൂഹ്യ അടിസ്ഥാനം. തൊഴിലുറപ്പിനൊന്നും പോകാത്ത സ്ത്രീകളാണ് കോൺഗ്രസിൻ്റെ സാമൂഹ്യ അടിസ്ഥാനം. ആ സാമൂഹ്യ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന പെണ്ണുങ്ങളാണ് വടകര ടൗണിൽ പട്ടാപ്പകൽ പച്ചയായിട്ട് തൊഴിലുറപ്പിന് പോകുന്ന പെണ്ണുങ്ങൾ മോശക്കാരാണെന്ന് വരുന്ന മുദ്രാവാക്യ പാട്ടുപാടിയത്. അതിലൊന്നും പ്രതിഷേധമൊന്നും ഇല്ലാതെ ഇവിടെ വന്നിട്ട് എന്താണ് സാന്ദർഭികമായി CPM-ന്റെ നേതാക്കൾ നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശത്തെയൊന്നും ഞങ്ങൾ ആരും അംഗീകരിച്ചിട്ടില്ല. പാർട്ടി അത് തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. അത്തരം പ്രയോഗങ്ങൾ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് സംഘടിതമായി സൈബറിടത്തെ ഉപയോഗിച്ച് നടന്ന ഒരു കുറ്റകൃത്യമാണ്. അതുകൊണ്ട് സാന്ദർഭികമായി വരുന്ന അല്ലെങ്കിൽ ആനുഷികമായി വരുന്ന ഏതെങ്കിലും ഒരു പരാമർശത്തെ എടുത്തിട്ട് നിങ്ങളും ഉപയോഗിക്കുന്നില്ലേ എന്ന രീതിയിൽ ഇതിനെ പ്രതിരോധിക്കാൻ നോക്കേണ്ടതാ. ഇത് വളരെ ആസൂത്രിതമായി സംഘടിതമായി ശൈലജ ടീച്ചറെ പോലെ ഒരു വിശ്വപൗരക്കെതിരായിട്ട് വളരെ ആസൂത്രിതമായി നടത്തുന്ന ഒരു അപകീർത്തി പ്രചരണമാണ്. ഒരു വ്യക്തിഹത്യയാണ്. ആ വ്യക്തിഹത്യ ഗുരുതരമായ സൈബർ കുറ്റമാണ് എന്ന് മനസ്സിലാക്കണം. അത് തെരഞ്ഞെടുപ്പിന്റെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുകയാണ്. അത് രണ്ട് സ്വഭാവം. ഒന്ന് അശ്ലീലമാണ്, ലൈംഗികമായ ആക്ഷേപങ്ങൾ. മറ്റൊന്ന് സമൂഹത്തെ ആകെ വേർതിരിക്കുന്ന വർഗീയ വിദ്വേഷം പടർത്തുന്ന പ്രചാരണമാണ്. ഈ വർഗീയ വിദ്വേഷവും ലൈംഗിക രീതിയിൽ ആക്ഷേപിക്കുന്നതുമായിട്ടുള്ള ഈ രണ്ട് പ്രചരണങ്ങളുമാണ് ഷാഫി പറമ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഷാഫി പറമ്പിലിനെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അധപ്പതിക്കേണ്ടി വന്നത് ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായ ഇടതുപക്ഷത്തെ നേരിടാനുള്ള യാതൊരുവിധ കഴിവും ഇല്ല, യാതൊരുവിധ നിലപാടും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ് പാർട്ടി. ഓക്കെ, ശ്രീ എ സജീവനിലേക്കാണ്. സജീവൻ, ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു 68 വയസ്സായ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന അങ്ങേയറ്റം ഉന്നതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തെ അശ്ലീല പരാമർശങ്ങൾ നടത്തി അശ്ലീല വീഡിയോകൾ പ്രചരിപ്പിച്ചുകൊണ്ട് അത് കുടുംബ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് അപമാനിക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് ശൈലജ ടീച്ചർക്കെതിരെ ഇസ്ലാമോഫോബിയ അടിച്ചേൽപ്പിക്കാനുള്ളൊരു നീക്കം. വടകര മണ്ഡലത്തിൽ നിന്ന് നോക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളെ എങ്ങനെയാണ് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ അങ്ങ് വിലയിരുത്തുന്നത്?
തെരഞ്ഞെടുപ്പിൽ പല രീതിയിൽ ആളുകൾ മത്സരിക്കാറുണ്ട്. ആ നോമിനേഷൻ കൊടുത്തിട്ട് നേരെ വോട്ട് ചെയ്യിക്കാൻ പറയുന്നതിനപ്പുറത്ത് പല തന്ത്രങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത്തരത്തിൽ വളരെ മോശമായ രൂപത്തിൽ ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ 68 വയസ്സ് എന്നുള്ളതോ അവർ മുൻ മന്ത്രിയാണ് എന്നുള്ളതൊന്നും ഒരു സ്ത്രീയോടും ഇത്തരത്തിൽ പെരുമാറാൻ പാടില്ല. ഇത് നമ്മൾ നേരത്തെ ഇതേപോലെ ശൈലജ ടീച്ചറെ അവർ മന്ത്രിയായിരിക്കും നമ്മൾ കണ്ടതാണ്. ഒരു നേതാവ് നിപ്പ രാജകുമാരി എന്നും കോവിഡ് റാണി എന്നൊക്കെ അവരെ വളരെ അപഹാസ്യമായ രൂപത്തിൽ വിമർശിച്ച കാര്യം, അവരെ കളിയാക്കിയ കാര്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള അത് തെരഞ്ഞെടുപ്പിന്റെ കാലത്തല്ല എന്ന് വേണമെങ്കിൽ പറഞ്ഞൊഴിയാൻ പറ്റും. പക്ഷെ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ച് ഒരു സ്ഥാനാർത്ഥിയെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന രൂപത്തിൽ അത് ആരെ കുറിച്ചായാലും പ്രത്യേകിച്ച് സ്ത്രീകളെ കുറിച്ച് അങ്ങനെ മോശമായിട്ട് പറയാൻ പാടില്ല. സ്ത്രീകൾ പോലും ആവണമെന്നില്ല. ഏത് ഇപ്പം ഷാഫി പറമ്പിലിനെതിരെ ആണെങ്കിൽ പോലും ഇങ്ങനെ പറയുന്നത് തെറ്റാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി വേണം നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ചയിലേക്ക് വരാൻ. അപ്പൊ സ്വാഭാവികമായിട്ടും ശൈലജ ടീച്ചറെ കുറിച്ച് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെ മോശമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതിനെ പരാമർശിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ഇത് പലപ്പോഴും കുറച്ച് മുമ്പുണ്ട കാര്യമാണെങ്കിൽ പോലും വെണ്ണപ്പാളി പ്രയോഗം ഞാൻ ആലോചിക്കുന്നത്, ക്രീമി ലെയർ എന്ന് പറയുന്ന സംവിധാനം, ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് വരുമാനം കാണിക്കാൻ വേണ്ട ഒരു ഇതിനെക്കുറിച്ച് വന്ന സമയത്ത് അന്നൊരു മാധ്യമം, ഒരു പത്രസ്ഥാപനം അതിനെ ക്രീമി ലെയർ എന്നതിനെ മലയാളീകരിച്ചുകൊണ്ട് അച്ചടിച്ച വാക്കാണ് ഈ വെണ്ണപ്പാളി എന്ന് പറയുന്നത്. അപ്പൊ അത് അച്ചടിച്ച സമയത്ത് അത് മോശമായിട്ട് ആർക്കും തോന്നിയില്ല. കാരണം ശരിയാണ്, ക്രീമി ലെയർ എന്നതിന്റെ യഥാർത്ഥ മലയാള വാക്കാണത്. പി ജയരാജൻ അത് പറഞ്ഞുപോയി എന്നുള്ളത് കൊണ്ട് അതെന്തോ അത് എങ്ങനെയാണ്, എനിക്കത് കേട്ട ആദ്യത്തെ വിമർശനമായിട്ട് തന്നെ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായില്ല എന്താണ് ഈ വെണ്ണപ്പാളിയിൽ എന്താണ് കുഴപ്പമെന്നുള്ളത്. ഈ വെണ്ണപ്പാളി എന്നുള്ളതല്ല, അതേപോലെയാണോ ശൈലജ ടീച്ചർ വരുന്ന കാര്യങ്ങൾ. ഞാൻ ഒരു LDF സ്ഥാനാർത്ഥി, അത് ഏത് സ്ത്രീ ആണെങ്കിലും, ഏത് UDFന്റെ സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും അവരെ കുറിച്ചൊന്നും ഇങ്ങനെ ഒരു മോശമായ രൂപത്തിൽ പ്രചരണം നടത്തിക്കൊണ്ട് വോട്ട് നേടരുത്. അങ്ങനെ ജയിക്കുന്ന ജയം പോലും ഒരു ജയമായിട്ട് കണക്ക് കൂട്ടാൻ പാടില്ല. അത് നാണക്കേടിന്റെ ജയമായിട്ട് മാറും. സത്യത്തിൽ ഇവിടെ തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവരാവുന്ന ധാരാളം കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പൊ നേരത്തെ പറഞ്ഞു UDFകാരല്ല എന്നുള്ളത്. UDFകാരല്ലെങ്കിൽ പിന്നെ CPMകാരോ LDFിലെ മറ്റേതെങ്കിലും ഘടകകക്ഷികളൊക്കെ ശൈലജ ടീച്ചർക്കെതിരെ ഇങ്ങനെയുള്ള വാക്കുകൾ പ്രയോഗിക്കും. അവരിങ്ങനെ പ്രചരണം നടത്തുമോ? സ്വാഭാവികമായിട്ട് അവിടെ മത്സരം നടക്കുന്ന ആര് തമ്മിലാണ് നമുക്കറിയാം, ആർക്ക് വേണ്ടിയാണെന്നറിയാം. ഷാഫി നിർദ്ദേശം കൊടുത്തിട്ടാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതിന്റെ റിസൾട്ട് ആത്യന്തികമായിട്ട് ഗുണഫലം ആർക്കാണ് ഉണ്ടാവുക എന്നോ നോക്കിയിട്ടാണ് നമ്മൾ സംസാരിക്കുക. ഇതിന്റെ ഗുണഫലം ഉണ്ടാകുന്നത് ഷാഫി പറമ്പിലാണ്. അതുകൊണ്ടാണ് നേരത്തെ താങ്കൾ തന്നെ ചോദിച്ച ചോദ്യം, അത് ഒരു പ്രസക്തമായ ചോദ്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ ഒരു തരത്തിലും അവർ കോൺഗ്രസ്സുകാരല്ല, അവർ UDFകാരല്ല എന്ന് പറഞ്ഞ് തള്ളി പറയേണ്ട ചുമതല സ്ഥാനാർത്ഥികൾക്കുണ്ട്, ഈ കോൺഗ്രസ് നേതാക്കന്മാർക്കുണ്ട്, UDF നേതാക്കന്മാർക്കുണ്ട്. അതവർ ചെയ്യണം. കാരണം ഇത് മര്യാദഘട്ട രീതിയാണ്. ഒരു സ്ത്രീയെ കുറിച്ച് അവർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ, ഞാൻ പ്രായത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല, അവർ സ്ഥാനാർത്ഥിയാണ്. 18 വയസ്സായ ആളാണെങ്കിൽ പോലും അവരെ സംബന്ധിച്ചത് അവർ സ്ഥാനാർത്ഥിയാണെന്നുള്ള രീതിയിൽ നമ്മൾ കാണണമല്ലോ. സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരാളെ കുറിച്ച് മോശമായി പറയാമോ? നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച്, മാതാവിനെ കുറിച്ചോ സഹോദരിമാരെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നു. അങ്ങനെ പറയുന്നതിനെ കുറിച്ച് വേറെ ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കുന്നത് ഇത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയലാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. ഇത്തരത്തിൽ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ, ആ സാമൂഹ്യ മാധ്യമങ്ങൾ ഇത്തരത്തിൽ സംഭവങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കാൻ അതിനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. അതല്ലാതെ ഇത് മുമ്പ് അന്ന് പറഞ്ഞില്ലേ, ഇതിങ്ങനെ പറഞ്ഞില്ലേ, നിങ്ങൾ വെണ്ണപ്പാളി എന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ പറയുന്നത് തെറ്റായ രീതിയാണ്. അതൊരിക്കൽ പോലും രാഷ്ട്രീയത്തിന് ഭൂഷണമല്ല. ആ വടകരയിൽ ആര് ജയിച്ചാലും തോറ്റാലും അത് മത്സരത്തിലൂടെ ആയിരിക്കണം. അവിടെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട്, അവിടെ പ്രകടനപത്രിക മുന്നിൽ വെച്ചുകൊണ്ട്, അവിടെ ഇതുവരെ നടന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അവിടെ സ്വാഭാവികമായിട്ടും പ്രചരണ ആയുധമാക്കേണ്ടത്. അതല്ലാതെ വ്യക്തിഹത്യ നടത്തുന്ന രൂപത്തിൽ, വ്യക്തികളെ മോശമായി ചിത്രീകരിക്കുന്ന രൂപത്തിൽ അസഭ്യമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രചരണം നടത്തുന്ന ഒരു സ്ഥാനാർത്ഥിക്കും ഒരു രാഷ്ട്രീയ കക്ഷിക്കും ഒരു മുന്നണിക്കും ഭൂഷണമല്ല എന്നാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാൻ. ഓക്കെ, സോയ, ഇതിൽ ടീച്ചർ പറഞ്ഞ 1-2 കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ഒരു പോൺ വീഡിയോ എടുത്ത് തല വെട്ടിമാറ്റി കുടുംബ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുന്നു. ഇത് ആര് നടത്തിയാലും ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. ഇങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരാണെങ്കിലും അതിനെ കണ്ടെത്തി. ഇത്
ആത്യന്തികമായി ഇതിന്റെ ബെനിഫിഷ്യറി ആരാണ് എന്നുള്ളതാണല്ലോ പ്രശ്നം. ഇത് നോക്കൂ, ഈ പറയുന്ന എൻ്റെ വടകര KL18 എന്ന് പറയുന്നതിൽ വടകരേൻ്റെ ഷാഫി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ, ഷാഫിക്ക് വേണ്ടിയാണല്ലോ അത്തരത്തിലൊരു ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് പോലും പേജ് പോലും ഒക്കെ തുറക്കുന്നത്. അതുപോലെ നിങ്ങളുടെ പല ഗ്രൂപ്പുകളിലും ഫസ്റ്റ് ബെനിഫിഷ്യറി എന്ന് പറയുന്നത് തീർച്ചയായും ഷാഫി പറമ്പിൽ തന്നെയാണ്. ഇത്തരത്തിൽ ഒരു പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന പൊതുമണ്ഡലം എന്നല്ല, ഒരു സ്ത്രീക്കെതിരെയും പറഞ്ഞുകൂടാത്ത കാര്യങ്ങൾ ആ ഗ്രൂപ്പിൽ നടക്കുമ്പോൾ അതിൽ ഇത് ഇത്തരത്തിൽ ചെയ്യരുത്, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിൻ്റെ ഒരു സപ്പോർട്ട് എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് വരേണ്ട ആളല്ലേ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്? അതെന്തുകൊണ്ടുണ്ടായില്ല? ഇതിപ്പോൾ അങ്ങേയറ്റം സഹിക്കാൻ വയ്യാത്തൊരവസ്ഥയായപ്പോഴാണല്ലോ ടീച്ചർ പൊതുജന മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന് മാധ്യമങ്ങളോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നൊരു സാഹചര്യമുണ്ടായത്. ആ ഒരു അതിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഞാൻ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വീണ്ടും ആവർത്തിക്കുകയാണ്. ഒരു സ്ത്രീക്കെതിരെയും അല്ല സോയ, അതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെല്ലാം അങ്ങനെ തന്നെയാണ്. നമുക്കെതിരെയായാലും മറ്റുള്ള സ്ത്രീകൾക്കെതിരെയായാലും ഏതൊരു സ്ത്രീക്കെതിരെയും ഇത്തരത്തിൽ വരുമ്പോൾ വളരെ കൃത്യമായി പ്രതിരോധിക്കേണ്ടതുണ്ട്. അവർ പറഞ്ഞതുപോലെ അല്ല, പക്ഷേ പലപ്പോഴും ഈ സെലക്റ്റീവ് ആയിട്ടുള്ള മെമ്മറി ഉപയോഗിക്കുന്ന, സെലക്റ്റീവായിട്ട് റെസ്പോൺസസ് നടത്തുന്നതിനെതിരെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കാരണം എനിക്ക് മുൻപേ സംസാരിച്ച സഖാവ് പറഞ്ഞപ്പോ അല്ല, KK ശൈലജയ്ക്കെതിരെ നടക്കുന്നത് സെലക്റ്റീവ് ആണെന്ന് എങ്ങനെ പറയാൻ കഴിയും ഡോക്ടർ സോയ? ഞങ്ങൾ ഉൾപ്പെടെയുള്ള ഇത്രയധികം ഒരു സ്ത്രീയെ അപമാനിക്കാവുന്നതിന്റെ അങ്ങേയറ്റം അപമാനിക്കപ്പെടുമ്പോൾ ഇത് സെലക്റ്റീവ് ആണ് എന്നുള്ളൊരു വാദഗതിയുടെ നറേഷൻ നിങ്ങൾക്ക് എങ്ങനെയാണ് കൊണ്ടുവരാൻ കഴിയുന്നത്? അല്ല, ഞാൻ അതല്ല പറഞ്ഞത്. സെലക്റ്റീവ് ആയിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. കാരണം ഇത് കോൺഗ്രസ്സുകാരുടെ, ഞാൻ ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകരുടെ, കോൺഗ്രസിന്റെ പൊതുപ്രവർത്തകരുടെ പോസ്റ്റുകളുടെ അടിയിൽ അല്ലെങ്കിൽ പോസ്റ്റുകളുടെ കമന്റ് ബോക്സ് തുറക്കുമ്പോൾ ഇതിനേക്കാൾ വലിയ അശ്ലീലങ്ങൾ ഉണ്ടാകുന്നു, ഇതിനേക്കാൾ മോശപ്പെട്ട വാക്കുകൾ ഉണ്ടാകുന്നു. ഇതിനൊന്നും ന്യായീകരിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ UDF ഇതുമായി ബന്ധമില്ല എന്നുള്ള കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഇനി മൂന്നാമത് പറയുന്ന ഒരൊറ്റ കാര്യം, നേരത്തെ കുഞ്ഞിക്കണ്ണൻ സഖാവ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, നമുക്ക് രാഷ്ട്രീയം പറയാം. ഈ രാഷ്ട്രീയം പറയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ വടകരയുടെ രാഷ്ട്രീയം പറഞ്ഞു തന്നെയാണ് കോൺഗ്രസ് കൃത്യമായി വോട്ട് പിടിക്കുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസ് കൃത്യമായി രാഷ്ട്രീയം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് വടകരയിൽ എന്താണ് മുഖ്യമായി പറയേണ്ട കാര്യം? അതിനെ പ്രതിരോധിക്കാൻ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 3 വാക്കുകളാണ്. സോയ, ഒരു കാര്യം ചോദിക്കട്ടെ. വടകരയിൽ എന്ത് രാഷ്ട്രീയമാണ് ആദ്യം ഉയർത്തേണ്ടത്? വടകര മണ്ഡലത്തിന്റെ പ്രാധാന്യമൊക്കെ നമുക്കറിയാം. ന്യൂനപക്ഷങ്ങൾക്ക് അങ്ങേയറ്റം സ്വാധീനമുള്ള ഒരു മണ്ഡലമാണല്ലോ വടകര. അവിടെ എന്ത് രാഷ്ട്രീയമാണ് ആദ്യം ഉയർത്തിപ്പിടിക്കേണ്ടത്? അവിടെ നിന്നാണ് ഇത്തരം ഈ വ്യക്തി അധിക്ഷേപത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് ചോദിക്കുന്നത്. കേസ് നമുക്കറിയാം, അലന്റെയും താഹയുടെയും കേസ് നമുക്കറിയാം. പൗരത്വ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കേസെടുത്തിട്ടുള്ള ആഭ്യന്തരമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണെന്നുള്ളത് ഈ നാട്ടിലെ മനുഷ്യർക്കൊക്കെ അറിയാം. അതുകൊണ്ട് ന്യൂനപക്ഷ രാഷ്ട്രീയം പറയുമ്പോൾ TP വധക്കേസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയം പറയേണ്ടി വരും. കോവിഡ് കാലത്ത് അല്ല, ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയൻ കേസെടുത്തു എന്നതുകൊണ്ട് ശ്രദ്ധിക്കണം, പിണറായി വിജയൻ കേസെടുത്തു എന്നതുകൊണ്ട് CAക്കെതിരായ നിങ്ങളുടെ പ്രതിഷേധം, CAക്കെതിരായ നിങ്ങളുടെ വികാരം എന്താണ് എന്നുള്ളത് ആ മണ്ഡലത്തിൽ പ്രകടിപ്പിക്കാൻ എന്താണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട്? CA വിഷയത്തിൽ ഒരു പ്രതികരണം പോലും എവിടെ നിന്നും വരുന്നില്ലല്ലോ. ബുദ്ധിമുട്ടില്ല, ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടെ. പ്രകടന പത്രികയിൽ അതൊന്നും ഇല്ല. പ്രകടന പത്രികയിൽ ഒന്നും CA എന്ന് പറയുന്ന ഒരു വിഷയം പോലും നിങ്ങൾ ഉയർത്തി കാട്ടിയിട്ടില്ല. നിയമസഭയിൽ ഘോര പ്രസംഗിക്കുകയും പുറത്തിറങ്ങി പൗരത്വ പ്രതിഷേധം ചെയ്യുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ്, CPMന്റെ ഇരട്ടത്താപ്പ് കോൺഗ്രസിന് എന്തായാലും ഈ സംസ്ഥാനത്തെയും ഈ രാജ്യത്തെയും മനുഷ്യരോട് ഇല്ല എന്ന് ആവർത്തിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഏറ്റവും കൂടുതൽ പൗരത്വ പ്രതിഷേധത്തിന്റെ പേരിൽ കേസെടുത്തിട്ടുള്ള ആഭ്യന്തരമന്ത്രിയുടെ പേര് പിണറായി വിജയൻ. അല്ല, ഈ വിഷയത്തിൽ നിന്നും സ്വയം വ്യതിചലിക്കണ്ട. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ചർച്ചകൾ നടന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അടക്കം പ്രതികരണം നടത്തിയിട്ടുള്ളതാണ്. ഏത് കേസുകളാണ് പിൻവലിക്കാത്തത് എന്നുള്ള കാര്യത്തിലൊക്കെ വളരെ കൃത്യമായ വിശദീകരണങ്ങൾ രാഷ്ട്രീയ തലത്തിലും സർക്കാർ തലത്തിലും എല്ലാം വന്നതാണ്. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഫൈൻ അടച്ചിട്ടുണ്ട്. അദ്ദേഹം വന്ന് പറഞ്ഞു, ഞങ്ങൾ ഒരു കേസ് പോലും എടുക്കില്ല. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഫൈൻ അടച്ചിട്ടുണ്ട് പൗരത്വ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട സമരങ്ങളിൽ.
ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഫൈൻ അടച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം വാദങ്ങൾ കൊണ്ട് സത്യവിരുദ്ധമായിട്ടുള്ള വാദങ്ങൾ കൊണ്ടുവെക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് കൃത്യമായ രാഷ്ട്രീയം പറയാനുണ്ട്. കോവിഡ് കാലത്ത് 1500-ന്റെ PPE കിറ്റ് 450-ന് കിട്ടുന്ന PPE കിറ്റ് 1500-ന് വാങ്ങിയതിനെ പറ്റി വലിയ ആരോപണം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആരോപണങ്ങളെല്ലാം അസ്ഥാനത്താണെന്ന് കേരളം തെളിയിച്ചതാണ്. രാജ്യത്തെ തന്നെ ഉയർന്ന നിലയിലുള്ള കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സോയ പറയൂ. അതിന്റെ കൂടെ കൂട്ടിച്ചേർക്കാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. ഈ പാലത്തായിലെ കേസ്, ഞാൻ ആ കുഞ്ഞിന്റെ വീട് സന്ദർശിച്ച ഒരാളാണ്. RSSന്റെ സംഘടനയിലുള്ള ഒരു അധ്യാപകൻ ഈ ടീച്ചറുടെ സ്വന്തം മണ്ഡലത്തിൽ നിന്നുള്ള ആളാണ്, അല്ലെങ്കിൽ ടീച്ചറുടെ സ്വന്തം മണ്ഡലത്തിൽ നടന്ന സംഭവമാണ്. ആ പാലത്തായി കേസിൽ എന്ത് പ്രതികരണമാണ്? ആ വിഷയം മാറ്റരുത് ദയവേത്. വളരെ കാലികമായ അങ്ങേയറ്റം പ്രസക്തിയുള്ള രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു വിഷയം സംസാരിക്കുമ്പോൾ ഈ വിഷയത്തിൽ നിന്ന് വഴുതി മാറുന്നത് വളരെ കൃത്യമായി മനസ്സിലാക്കാം. ഇപ്പോൾ കോവിഡിന്റെ കാലത്ത് ടീച്ചറെ കുറിച്ചുള്ള അപവാദങ്ങളാണല്ലോ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുകഴ്ത്തിക്കൊണ്ടിരിക്കണം. കൃത്യമായ രാഷ്ട്രീയം പറയുമ്പോ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് ഇത് കാലിക പ്രസക്തി ഇല്ലാത്ത കാര്യമാണ്. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കിയ നീർക്കുമിള പൊട്ടിയില്ലാതെ അത് നീർക്കുമിളയാണോ എന്നുള്ളതൊക്കെ രാഷ്ട്രീയ കേരളം തീരുമാനിക്കട്ടെ. ഒന്ന്, KK ശൈലജയ്ക്ക് വേണ്ടി ഗാർഡിയൻ പത്രം, ഫിനാൻഷ്യൽ ടൈംസ്, UN പബ്ലിക് സർവീസ് ഡേയിൽ അവർ പാനലിസ്റ്റ് ആയിട്ട് പങ്കെടുത്തത്, UK-യുടെ പ്രോസ്പെക്ട് മാഗസിൻ, ഇതെല്ലാം പറഞ്ഞത് ഇതൊന്നും മലയാളിയുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോകുന്നതല്ല. അങ്ങനെ ഒരാളെ കുറിച്ചാണ് ഇത്തരത്തിൽ അശ്ലീല വീഡിയോകൾ പ്രചരിപ്പിച്ചുകൊണ്ട് നിങ്ങൾ അത്തരത്തിലൊരു ആക്രമണം നടത്തുന്നത്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഈ ആക്രമണത്തിന് പിന്നിൽ വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ട്. ഒന്ന്, ഇസ്ലാമോഫോബിയ എന്ന വിഷയത്തിലേക്ക് തന്നെയാണ് നമ്മൾ വരേണ്ടത്. കോൺഗ്രസിന്റെ പ്രതികരണങ്ങളെ പറ്റി നിങ്ങൾ നിരന്തരം സോയയിലേക്ക് വരാം. സോയ തന്നെ മറുപടി പറയേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഇതിൽ പ്രവാചക നിന്ദ ആരോപിച്ചുകൊണ്ട്, അതുപോലെ ലവ് ജിഹാദ് എന്ന പേരിൽ ടീച്ചർ ലവ് ജിഹാദ് ഉണ്ട് എന്ന് മാതൃഭൂമി ഓൺലൈനിൻ്റെ പേരിലാണ് ടീച്ചർക്കെതിരെ ഒരു വ്യാജ പ്രചരണം നടന്നത്. മറ്റൊന്ന്, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ലെറ്റർ പാഡ് വ്യാജമായി സൃഷ്ടിച്ചുകൊണ്ട് ടീച്ചർക്കെതിരെ ഒരു നിലപാടുമായി മുന്നോട്ട് വരുന്നു. മറ്റൊന്നൊരു സെമിനാറിലെ പ്രസംഗം വളച്ചൊടിച്ചുകൊണ്ട് പ്രവാചക നിന്ദ ആരോപിച്ചുകൊണ്ട് ടീച്ചർക്കെതിരെ രംഗത്ത് വരുന്നു. മറ്റൊന്ന്, ഒരു ചാനലുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഒരു മാധ്യമപ്രവർത്തകനുമായി നടത്തിയ ഇൻ്റർവ്യൂവിനെ വക്രീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. അതിലൊക്കെ വളരെ കൃത്യമായൊരു ക്ലാരിഫിക്കേഷൻ അവർ തന്നെ നടത്തിയിട്ടുണ്ട്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നിയമ നടപടിക്ക് ഒരുങ്ങുന്നു. മാതൃഭൂമി ഓൺലൈനും അത്തരത്തിൽ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. ഇതിൻ്റെ രാഷ്ട്രീയം വളരെ കൃത്യമാണ്. അതായത് വടകരയിൽ പറയേണ്ട കാര്യങ്ങൾ UDF പറയുന്നില്ല. വളരെ കൃത്യമായി CPIM എന്താണ് പറയേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടു പോകുന്നു. ഈ 2024 തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രസക്തമായ കാതലായ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടാണ് വടകരയിൽ LDF വോട്ട് അഭ്യർത്ഥിക്കുന്നത്. പക്ഷേ അപ്പുറത്ത് കാതലായ ഒരു പ്രശ്നവും പറയാൻ അവർക്കാകുന്നില്ല. യഥാർത്ഥത്തിൽ ഈ ഒരു രാഷ്ട്രീയമല്ലേ തുറന്നു കാട്ടപ്പെടേണ്ടത്? തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അവർക്ക് BJPക്കെതിരായിട്ട് സംസാരിക്കാൻ ധൈര്യമില്ല. ഇപ്പോൾ ഞാൻ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഉന്നയിച്ചു. ഗാന്ധി പ്രതിമയിൽ ഈ ഗാന്ധിയൻ പാരമ്പര്യമൊക്കെ പറയുന്ന ആളുകളാണല്ലോ കോൺഗ്രസ്സുകാർ, അത് പ്രയോഗത്തിലില്ലെങ്കിലും. ഗാന്ധി പ്രതിമയിൽ എന്തുകൊണ്ട് ഷാഫിക്ക് ആരാർപ്പണം നടത്താൻ കഴിയാതെ പോയി എന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ. കാരണം ഗാന്ധി ഘാതകരായ BJPക്കാരെ ഒരു കാരണവശാലും പ്രകോപിപ്പിക്കാൻ പാടില്ല. അത് ചില ഒക്കച്ചങ്ങായി നയാണ്. BJPക്കാരെ പ്രകോപിപ്പിക്കരുത്. BJPക്കാരെ പ്രകോപിപ്പിക്കാതിരിക്കാൻ തന്നെ മോഡിയുടെ CAA വിമർശിക്കരുത്, മോഡിയുടെ മുത്തലാഖ് നിരോധന നിയമത്തെ വിമർശിക്കരുത്, മോഡി കൊണ്ടുവന്നിരിക്കുന്ന NIA നിയമ ഭേദഗതിയെ വിമർശിക്കരുത്. ആ UAPA NIA നിയമ ഭേദഗതിയെ കൈപൊക്കി പാസ്സാക്കിയ MP ആണ് വടകരയിലെ കോൺഗ്രസ് MP. അത് നമ്മൾ മനസ്സിലാക്കണം. മുല്ലപ്പള്ളിയാണ് വടകരയെ പ്രതികരിച്ചത്. അപ്പം കോൺഗ്രസിന് ഇന്ന് BJPയുടെ രാഷ്ട്രീയത്തിനായിട്ട് ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അതുകൊണ്ട് എന്താണ്, മഹാഭൂരിപക്ഷം വരുന്ന മതനിരപേക്ഷ ശക്തികളും ന്യൂനപക്ഷ വിഭാഗങ്ങളും ഒക്കെ തന്നെ ശൈലജ ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വം വടകരയിൽ ഹൃദയത്തിലേറ്റിയിട്ടുണ്ട്. അവർ ശൈലജ ടീച്ചർക്കാണ് വോട്ട് ചെയ്യുക, ശൈലജ ടീച്ചർ എന്തായാലും വടകരയിൽ ജയിച്ചു പോകും എന്ന ഒരു പൊതുവികാരം വടകര ലോക്സഭാ മണ്ഡലത്തിൽ ആകെ അലയടിക്കുന്നുണ്ട്. അത്തരമൊരു സന്ദർഭത്തിൽ ശൈലജ ടീച്ചർ ഭയങ്കര ഇസ്ലാമോഫോബിയ ഉണ്ടാക്കുന്ന ആളാണ്. അതിനുവേണ്ടിയാണ് ഇത് ഡോക്ടർ അരുണുമായിട്ട് അശ്വമേധം പരിപാടിയിൽ ടീച്ചർ രാവിലെ നടത്തിയ അഭിമുഖമാണ്. ടീച്ചർ മുസ്ലിങ്ങളെയെല്ലാം
വർഗീയവാദികളാണ് എന്ന് വിളിച്ചു എന്ന്. എന്താ പറഞ്ഞത് ടീച്ചർ മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാണോ എന്നൊരു ചോദ്യം അരുണിനോട് ഉന്നയിക്കുമ്പോൾ അതിലെന്താണ് ആണോ എന്നതങ്ങ് മാറ്റിയിട്ട് എഡിറ്റ് ചെയ്ത് ഈ രീതിയിൽ എഡിറ്റ് ചെയ്ത് എന്നിട്ട് എന്താണ് നുണപ്രചരണം നടത്തി. അത് ഔദ്യോഗിക പേജുകൾ വരെ വന്നു. ലീഗിന്റെയും കോൺഗ്രസിന്റെയും എത്രയോ പ്രൊഫൈലുകളിൽ അത് വന്നു. അതിനെ കഴിഞ്ഞിട്ട് ഇപ്പൊ എന്താണ് മാതൃഭൂമി ഓൺലൈൻ ഇത് വന്ന ഉടനെ മാതൃഭൂമി ഓൺലൈനിലെ പ്രവർത്തിക്കുന്ന ആളുകളെ ഞാൻ വിളിച്ച് നേരിട്ട് സംസാരിച്ചതാണ്. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ അടിയന്തരമായിട്ടൊരു പ്രസ്താവന ഇറക്കുക, ഞങ്ങൾ ഇതാ പരാതി കൊടുക്കാൻ പോകുന്നു. റിപ്പോർട്ടർ ചാനൽ പരാതി കൊടുത്തു. ഇത് ഏത് CPM-ന്റെയോ ഇടതുപക്ഷത്തിൻ്റെയോ മാത്രം ഭാഗത്തുനിന്നല്ല ഉയരുന്നത്. കേരളത്തിൽ ഔദ്യോഗികമായി നിയമപരമായി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ വരെ ഷാഫി പറമ്പലിന്റെ ഈ സൈബർ സംഘത്തിനെതിരായിട്ട് പരാതി കൊടുക്കുകയാണ്. അതിനാണ് ഉത്തരം പറയേണ്ടത്. സോയ ഇവിടെ വന്നിട്ട് കോൺഗ്രസിനെ പ്രതികരിച്ചാണ് ഈ ചർച്ചയിൽ വരുന്നതെങ്കിൽ അതിന് ഉത്തരം പറയണം. അതിന് ഉത്തരം പറയാതെ ഈ ഉറക്കത്ത് പഴന്തുണി ചവക്കുന്നത് പോലെ കുറേ പഴയ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ആണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ BJP-യുടെ കൂടെയാ. കേരളത്തിൽ BJP-യുമായി ഒത്തുകളിക്കുക. നിങ്ങളുടെ ഈ ഒക്കച്ചങ്ങായി നയം വടകരയിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങൾ CAA മുതൽ ബാബരി മസ്ജിദ് തകർത്ത സ്ഥലത്ത് സോയ അവിടെ തന്നെ പള്ളി പണിത് കൊടുക്കുമെന്ന് ഉറപ്പ് കൊടുത്തത് നിങ്ങളുടെ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവുക. ഇപ്പം എന്താണ്, അവിടെ BJP-ക്കാർ അമ്പലം പണിയുമ്പോൾ നിങ്ങൾ വെള്ളിശില കൊടുക്കുന്നു. നിങ്ങൾ കോൺഗ്രസ്സുകാർ തങ്ങളെ ക്ഷണിക്കാത്തതിൽ പരിഭവം പറയുന്നു. നിങ്ങൾ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നു. നിങ്ങളുടെ സംസ്ഥാന സർക്കാരുകൾ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ അവധി കൊടുക്കുന്നു. ഇതെല്ലാം വടകരയിൽ ചർച്ച ചെയ്യുന്നുണ്ട് സോയ. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ശൈലജ ടീച്ചർ വലിയൊരു മുസ്ലിം വിരുദ്ധയാണ് എന്ന് വരുത്തി തീർക്കാനാണ്. പരമ ആദരണീയനാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. അദ്ദേഹത്തിൻ്റെ പേരിൽ വ്യാജ ലെറ്റർ പേഡ് ഉണ്ടാക്കി ഇടതുപക്ഷത്തിനെതിരായിട്ട് ശൈലജ ടീച്ചർക്കെതിരായിട്ട് ക്യാമ്പയിൻ നടത്താൻ അസാമാന്യമായ ധൈര്യം വേണം. ആ ധൈര്യം എന്താണ്? മനുഷ്യത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും അംശമില്ലാത്ത മൃഗീയമായ ധൈര്യം വേണം. ആ മൃഗീയമായ ധൈര്യം എന്തുകൊണ്ട് കോൺഗ്രസ്സുകാർക്കുണ്ടായി എന്നതിന് ഇവിടുത്തെ കോൺഗ്രസ്സുകാരെ കൊണ്ട് UDF-കാരെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കും. ശൈലജ ടീച്ചറുടെ വ്യക്തിത്വത്തെ, ശൈലജ ടീച്ചറുടെ ജനങ്ങൾക്കിടയിലുള്ള അംഗീകാരത്തെ നിങ്ങളുടെ ഈ വൃത്തികെട്ട പ്രചരണം കൊണ്ട് അങ്ങ് തകർത്ത് കളയാമെന്ന് നിങ്ങൾ ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടോ? അതൊന്നും നടക്കില്ല. ശൈലജ ടീച്ചർ പറഞ്ഞതുപോലെ കേരളത്തിലെയും ലോകത്തെയും മലയാളികൾക്ക് ശൈലജ ടീച്ചറെ അറിയാം. ശൈലജ ടീച്ചറെ കുറിച്ച് നിങ്ങൾ അധിക്ഷേപം നടത്തിയാൽ, നിങ്ങൾ അശ്ലീല പ്രചരണം നടത്തിയാൽ, നിങ്ങൾ ശൈലജ ടീച്ചർ വർഗീയവാദിയാണ്, മുസ്ലിം വിരുദ്ധയാണ് എന്ന് പ്രചരണം നടത്തിയാൽ ഒരു കുഞ്ഞുകുട്ടിയും വിശ്വസിക്കില്ല. കോൺഗ്രസിന്റെ എത്രയോ നേതാക്കൾ, വടകരയിലെ കോൺഗ്രസ് നേതാക്കളുമായിട്ട് നല്ല സൗഹൃദ ബന്ധമുള്ള ഒരാളാണ് ഞാൻ. സജീവനും ഇവിടെയുണ്ട്. ഞങ്ങളുടെയൊക്കെ പൊതു സുഹൃത്തുക്കളാണ് വടകരയിലെ കോൺഗ്രസ് നേതാക്കൾ. ആ കോൺഗ്രസ് നേതാക്കളെല്ലാം പറയുന്നത് ഇത് എവിടുന്നോ വന്ന ഒരു സംഘത്തെ വെച്ചുകൊണ്ടുള്ള കളിയാണെന്ന്. എവിടുന്നോ വന്ന ഒരു സംഘം, ആ സംഘമാണ് എന്താണ് വലിയ ഫ്ലാറ്റുകൾ വാടകയ്ക്കെടുത്ത് അവിടെ ഇരുന്നു കൊണ്ട് എന്താണ് ഈ അശ്ലീല പോസ്റ്ററുകൾ ഉണ്ടാക്കുക, വീഡിയോകൾ ഉണ്ടാക്കുക. അങ്ങനെ ഫേക്ക് വീഡിയോകളും ഫേക്ക് പോസ്റ്ററുകളും ഇറക്കിയിട്ട് ശൈലജ ടീച്ചറുടെ വ്യക്തിത്വത്തെ തകർത്ത് കളിയ. ആ വ്യക്തിഹത്യക്കെതിരായിട്ട് കേരളം ഒന്നിച്ചു പ്രതികരിക്കണം. ശ്രീമതി സോയ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ ഒന്നിച്ചു പ്രതികരിക്കണം. ഇത് പൊതുരംഗത്ത് നിൽക്കുന്ന, പൊതുരംഗത്ത് ഇടപെടുന്ന, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഒരു നടപടിയാണെന്ന് തിരിച്ചറിയണം. സംഘടിതമായ കക്ഷി താല്പര്യങ്ങൾക്ക് അപ്പുറത്ത് ഈ കാര്യത്തിൽ കേരളത്തിൽ പ്രതിഷേധം ഉയർന്നു വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. രാഹുൽ മാങ്കൂട്ടം അടക്കം ഉള്ളവർ ഈ വ്യാജ തിരിച്ചറിയൽ കാർഡൊക്കെ ഉണ്ടാക്കിയ ഒരു കാലം, അതൊന്നും മറക്കാനായിട്ടില്ല. വലിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ നീക്കങ്ങൾ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ പടച്ചുവിടുന്നത്. ഡോക്ടർ സോയ ജോസഫിലേക്കാണ് പോകുന്നത്. സോയ, ഇതിൽ അക്രമമല്ല യഥാർത്ഥത്തിൽ പ്രശ്നം. UDF-നെതിരെ UDF ഇക്കാര്യത്തിൽ ഉൾപ്പെട്ടു എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമായി നിൽക്കുന്നത്. അക്രമം എന്ന് പറയുന്നത് നിങ്ങൾ വളരെ കൃത്യമായി UDF നേതാക്കളുടെ അറിവോടെയല്ലാതെ സൈബർ ആക്രമണം നടത്തില്ല എന്ന് വളരെ കൃത്യമായി CPIM-ൻ്റെയും പ്രതികരണം വരുന്നുണ്ട്. അവിടെ വളരെ കൃത്യമായി KK ശൈലജ ടീച്ചർ വിജയം ഉറപ്പിച്ചതുകൊണ്ടാണ് ഇത്തരത്തിലൊരു സൈബർ ആക്രമണം എന്നുള്ള രീതിയിലെല്ലാം പ്രതികരണങ്ങൾ വരികയാണ്. യഥാർത്ഥത്തിൽ അവിടെ ഒരു പരാജയം നിങ്ങൾ മറക്കുന്നുണ്ടോ? ആദ്യം ഞാൻ സഖാവ് കുഞ്ഞിക്കണ്ണൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾക്കൊന്ന് മറുപടി പറയേണ്ടതുണ്ട്. കാരണം കോൺഗ്രസ് ഒരു കാലത്തും RSS-നെതിരെ സംസാരിച്ചിട്ടില്ല. കോൺഗ്രസ് ഇപ്പോഴും മോഡിക്ക് വേണ്ടി സംസാരിക്കുന്നു, RSS-ന് വേണ്ടി സംസാരിക്കുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശ്രീ പിണറായി വിജയൻ നടത്തിയ പത്രസമ്മേളനം നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ കാണിക്കുന്നതാണ് നിങ്ങളുടെ TV ചാനൽ. അദ്ദേഹം നരേന്ദ്രമോദിക്കെതിരെ ഒരക്ഷരം അദ്ദേഹം മിണ്ടുന്നില്ല. കേരളത്തിൽ
രാഹുൽ ഗാന്ധിക്കെതിരെ നിരന്തരം ആക്രമണങ്ങൾ അഴിച്ചുവിടാനും അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള വെർബൽ അബ്യൂസ് നടത്താനുമുള്ള ശ്രമങ്ങൾ വരെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ സൈബർ ഹാൻഡിലുകളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്തരത്തിൽ നരേന്ദ്രമോദിക്കെതിരെ ഒരക്ഷരം മിണ്ടാനുള്ള, ഒരക്ഷരം പത്രസമ്മേളനത്തിൽ പറയാനുള്ള ധാർമ്മികത പോലും കാണിക്കാത്ത, അല്ലെങ്കിൽ രാഷ്ട്രീയ ആർജവം പോലും കാണിക്കാത്ത ആളുകളാണ് രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള വലിയ രീതിയിൽ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ലേ സോയ? പിന്നെ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ലേ സോയ? ഇന്ന് വളരെ കൃത്യമായി മറുപടിയൊക്കെ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി അടക്കമുള്ളവർ. ശ്രദ്ധിക്കാറുള്ളത് കൊണ്ട് തന്നെയാണല്ലോ ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിക്കെതിരെ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾ കണ്ടു. എത്ര നിശിതമായിട്ടാണ്, എത്ര വിമർശനാത്മകമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് നമ്മൾ കണ്ടു. ഈ ആർജവം നരേന്ദ്രമോദിക്കെതിരെ സംസാരിക്കാൻ എന്തുകൊണ്ട് പിണറായി വിജയൻ കാണിക്കുന്നില്ല എന്ന് നിങ്ങളും കൂടെ മറുപടി പറയേണ്ടതാണ്. പിന്നെ അല്ലെങ്കിൽ RSS കഴിഞ്ഞ ദിവസം നബീൽ നാസർ എന്ന് പറയുന്ന ഒരാൾ ഫേസ്ബുക്കിൽ ഇലക്ട്രൽ ബോണ്ടിനെ പറ്റി ഒരു വാചകം എഴുതി പോസ്റ്റ് ഇട്ടു എന്നുള്ളതിന്റെ പേരിൽ പിണറായി വിജയന്റെ പോലീസ് കേസെടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ FIR-ൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇത്തരത്തിലൊരു വാചകമാണ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൽപ്പേര് കളങ്കപ്പെടുത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റകൃത്യം. അപ്പൊ പിണറായി വിജയന്റെ ജോലി എന്താ? പിണറായി വിജയന്റെ പോലീസിന്റെ ജോലി എന്താ? നരേന്ദ്രമോദിയുടെ സൽപ്പേര് കളങ്കപ്പെടുത്താതെ സൂക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് പിണറായി വിജയന്റെ പോലീസും ചെയ്തുകൊണ്ടിരിക്കുന്നത്. EP ജയരാജന്റെ പത്രപ്രസ്താവന നമ്മൾ കണ്ടതാണ്. ഇവിടെ NDA-യും LDF-ഉം തമ്മിലാണ് മത്സരം. NDA-ക്ക് ഒരുപാട് മികച്ച സ്ഥാനാർത്ഥികളുണ്ട്, രാജീവ് ചന്ദ്രശേഖരൻ അത്തരത്തിലൊരാളാണെന്നൊക്കെ പറഞ്ഞ് വടകരയിലേക്ക് വരൂ സോയ, വടകരയിലേക്ക് വരൂ. വടകര നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യണം. വളരെ കുറച്ച് 10 മിനിറ്റ് സമയമേ നമ്മുടെ മുന്നിലുള്ളൂ. പറ്റി കൂടുതൽ CPM പ്രസംഗിക്കുമ്പോ വലിയ ബുദ്ധിമുട്ട് വരും. സോയ ഈ മാതൃഭൂമിയുടെ ഓൺലൈനൊക്കെ വെച്ചുകൊണ്ട്, അതുപോലെ അബൂബക്കർ മുസ്ലിയാരുടെയൊക്കെ കാന്തപുരത്തിന്റെയൊക്കെ വ്യാജ ലെറ്റർ ഹെഡൊക്കെ വെച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു പ്രചാരണം നടത്തിയാൽ അത് അതേപോലെ അവിടുത്തെ വോട്ടർമാർ, അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗം വെള്ളം തൊടാതെ വിഴുങ്ങും എന്നൊക്കെ കരുതുന്നുണ്ടോ നിങ്ങൾ? വെള്ളം തൊടാതെ വിഴുങ്ങിട്ട് ഞാൻ ഈ പറയുന്നതിൽ യാതൊരു ലോജിക്കും ഇല്ലാത്ത കാര്യങ്ങളാണ്. CPM ജയിക്കുമെന്നായപ്പോ കോൺഗ്രസ്സുകാർ പേടിച്ചുണ്ടാക്കി വിടുന്നതാണിതെന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോ എനിക്ക് തന്നെ ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് പ്രതികരിക്കാനുള്ള, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അതിനെപ്പറ്റി പ്രതിരോധിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. KK ശൈലജ എന്ന് പറയുന്ന ഇതൊന്നും പ്രതിരോധിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. വളരെ കൃത്യമായി നിങ്ങളുടെ അണിയറയിൽ ഒരുങ്ങുന്ന കാര്യങ്ങൾ പൊതുജന മധ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. നിങ്ങൾക്കത് പ്രതിരോധിക്കാൻ കഴിയില്ല. ശ്രീ A സജീവനിലേക്ക് പോവുകയാണ്. ശ്രീ A സജീവൻ, വലിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ശൈലജ ടീച്ചർക്കെതിരെ ക്രൂരമായ വ്യക്തിഹത്യ നടത്തുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമ്മൾ ഇതിനു മുമ്പ് കണ്ടതാണ്. യൂത്ത് കോൺഗ്രസ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് സോയ പ്ലീസ്, ഞാൻ സജീവനിലേക്കാണ് പോകുന്നത്. സോയ പ്ലീസ്, ഞാൻ A സജീവനിലേക്കാണ് പോകുന്നത്. A സജീവൻ, യൂത്ത് കോൺഗ്രസ് ഇലക്ഷനുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ കണ്ടതാണ് വ്യാജ നിർമ്മിതികൾ ഉണ്ടാകുന്നത്. വലിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് വീടുകൾ വാടകയ്ക്കെടുത്ത് ആളുകളെ മാസവരുമാനത്തിൽ ഇരുത്തിക്കൊണ്ട് ഈ അപനിർമ്മിതികൾ നമ്മൾ കണ്ടതാണ്. അതിന്റെ ഒരു തുടർച്ചയല്ലേ വടകരയിൽ നമ്മൾ കാണുന്നത്? തീർച്ചയായും കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലത്തിൽ മാത്രമാണ് ഇത്തരത്തിൽ മ്ലേച്ഛമായിട്ടുള്ള രാഷ്ട്രീയ പ്രചരണം നടക്കുന്നത്. ബാക്കിയുള്ള മണ്ഡലങ്ങളിലൊക്കെ അവർക്ക് രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറയുന്നുണ്ട്, വിമർശനങ്ങൾ ഉണ്ടാവുന്നതിന്, അഴിമതിയെ കുറിച്ച് പറയുന്നുണ്ട്, ഈ BJP ബന്ധത്തെ കുറിച്ച് അന്യോന്യം പറയും. അതൊക്കെ സ്വാഭാവികമാണ്. തെരഞ്ഞെടുപ്പിൽ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുക എന്ന് പറയുന്നത് അതിന്റെ സ്വാതന്ത്ര്യം രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. പക്ഷേ ഒരു സ്ഥാനാർത്ഥിയെ വെച്ചുകൊണ്ട് അവരെ മോശമായി ചിത്രീകരിക്കാൻ, മോശമായ വീഡിയോകളും മറ്റും ഇറക്കുക എന്ന് പറയുന്ന ഒന്ന്. രണ്ടാമത്തേത് ഈ ഇല്ലാ കഥകൾ. ഇപ്പം കാന്തപുരത്തിന്റെ ലെറ്റർ ഹെഡ് വെച്ചിട്ട് അത് വേറെ പടച്ചുണ്ടാക്കുക, മാതൃഭൂമിയിൽ വന്നുള്ള ഓൺലൈനിൽ വന്ന വാർത്തയെ സംബന്ധിച്ച് റിപ്പോർട്ടർ ചാനൽ നടത്തിയൊരു അഭിമുഖ സംഭാഷണത്തിന്റെ പേരിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വളച്ചൊടിച്ച് ചെയ്യുക എന്ന് പറയുന്നത് മ്ലേച്ഛമായ രീതിയാണ്. അത് 19 മണ്ഡലങ്ങളിലും കേരളത്തിലില്ല. മറ്റെവിടെ ഈ തരത്തിലുള്ള വാർത്തകളൊന്നും പുറത്തേക്ക് വരുന്നില്ല. ഇവിടെയാണ് ഈ തരത്തിൽ ഭീകരമായ രൂപത്തിൽ നടക്കുന്നത്. അതിന് പകരം അവിടെ രാഷ്ട്രീയം പറയാം. നേരത്തെ ഇവിടെ സോയ പറഞ്ഞ പോലെയുള്ള രാഷ്ട്രീയം അവർക്ക് പറയാം. അവർക്ക് ഇഷ്ടം പോലെ ഈ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉന്നയിക്കാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. അതൊക്കെ അവർക്ക് ചെയ്യാം. പക്ഷേ സ്ഥാനാർത്ഥിയെ മോശമായി ചിത്രീകരിക്കുക, ഇല്ലാത്ത തെളിവുകൾ ഉണ്ടാക്കിയെടുക്കുക, ഇല്ലാത്ത രേഖകൾ ചമച്ചുണ്ടാക്കുക, നേരത്തെ പറഞ്ഞ പോലെ ഈ തെറ്റായ രൂപത്തിലുള്ള
സംഗതികൾ ഉണ്ടാക്കി പരിചയമുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള രേഖകളൊക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇതൊക്കെ ഒരു കാരണവശാലും രാഷ്ട്രീയത്തിൽ പയറ്റാൻ പാടില്ലാത്തതാണ്, തെരഞ്ഞെടുപ്പിൽ പയറ്റാൻ പാടില്ലാത്തതാണ്. മറ്റു മണ്ഡലങ്ങളിൽ ഈ വടകരയിലുള്ള ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ മറ്റു മണ്ഡലങ്ങളിൽ തങ്ങളുടെ ആളുകൾ കുറച്ചുകൂടി മാന്യമായിട്ടാണ് പ്രതികരിക്കുന്നത്, കുറച്ചുകൂടി മാന്യമായിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്, കുറച്ചും കൂടി മാന്യമായിട്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നതെന്ന് മനസ്സിലാക്കേണ്ടതാണ്. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഇന്നലെ ടീച്ചർ ചോദിച്ച ഒരു കാര്യമുണ്ട്. UDF-ൽ ആത്മാഭിമാനമുള്ളവർ ഉണ്ടല്ലോ, ഇവരാരും പ്രതികരിക്കണ്ടേ? ഇത്തരത്തിലൊരു പ്രതികരണം വേണ്ടേ? നമുക്കറിയാം എത്രയോ മഹാന്മാർ ഇരുന്നിരുന്നൊരു സ്ഥലമാണ് KPCC ആസ്ഥാനം എന്ന് പറയുന്നത്. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്നവർ എത്രയോ സമാധാനീയരായ ആളുകളായിരുന്നു. രാഷ്ട്രീയ വ്യത്യാസമൊക്കെ ഉണ്ടാകാം, രാഷ്ട്രീയ ഭിന്നതയുണ്ടാകാം, പക്ഷേ ഒരു പൊതുമണ്ഡലത്തിൽ വളരെ മാന്യമായി പെരുമാറുന്ന ആളുകൾ അവരുടെ നാവിൽ നിന്ന് പോലും അനാവശ്യമായ വാക്കുകൾ, പ്രതിയോഗികളെ അടിച്ചിരുത്താൻ അനാവശ്യമായ വാക്കുകൾ പോലും ഇല്ലാതിരുന്ന ഒരു പാരമ്പര്യം നമ്മുടെ ഗതകാല രാഷ്ട്രീയത്തിനുണ്ട്. പക്ഷേ നോക്കൂ, കഴിഞ്ഞ കുറച്ച് നാളുകളായി കോൺഗ്രസിൽ നടക്കുന്നത് എന്താണ്? പ്രത്യേകിച്ച് കെ സുധാകരൻ KPCC പ്രസിഡന്റ് ആയതിനു ശേഷം അവിടെ നടക്കുന്ന ഒരു മൂല്യച്യുതി നമ്മൾ വളരെ കൃത്യമായി കാണുകയാണ്. ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പൊക്കെ ജയിക്കാൻ വേണ്ടി വ്യാജരേഖകൾ സൃഷ്ടിക്കുക, വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടാക്കുക, ഇതിലെല്ലാം പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇപ്പോൾ പിക്ചറിൽ ഇല്ലെങ്കിലും അണിയറയിൽ ഇങ്ങനെയുള്ളവരുടെ സാന്നിധ്യം കൊണ്ടുകൂടിയാണ് ഇത്തരത്തിൽ അശ്ലീല വൈകൃതങ്ങളിലേക്ക് ഈ നേതൃത്വം പോകുന്നത് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ തന്നെ കരുതേണ്ടി വരും. കാരണം രാഹുൽ മാക്കൂട്ടത്തിലാണ് ഈ ഷാഫിയുടെ പ്രചരണ ചുമതല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ രാഹുൽ മാക്കൂട്ടം പല കുടുംബയോഗങ്ങളും നടത്തിയ പ്രസംഗം, ആ കുടുംബയോഗത്തിൽ പങ്കെടുത്ത ആളുകൾ തന്നെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. മുസ്ലിങ്ങളുടെ സ്ഥലത്താണെങ്കിൽ ഒരു മുസ്ലിം MPയെ വടകരയിൽ ജയിപ്പിക്കണം എന്ന് പറയാം. അല്ലാത്ത സ്ഥലങ്ങളിൽ പോയിട്ട് ശൈലജ ടീച്ചർ വളരെ മോശമാണ്, അവരെ അപകീർത്തിപ്പെടുത്തുന്ന, അവർക്കെതിരായിട്ട് വ്യാജ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്ന രീതിയിലുള്ള പ്രസംഗമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടമാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ അദ്ദേഹം പ്രസിഡൻ്റായത് സംഘടനക്കകത്ത് വ്യാജ ID ഉണ്ടാക്കി ആ വ്യാജ IDകൾ ഉപയോഗിച്ച് വോട്ട് പിടിച്ചാണ് എന്ന കാര്യം നിസ്സാരമായ ഒരു കാര്യമല്ല. വലിയ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്ന ആളുകൾ കൈയടക്കി കഴിഞ്ഞ ഒരു സംഘടനയാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ കോൺഗ്രസ് പാർട്ടിയുടെ പാലക്കാട് നിന്ന് വടകരയിലേക്ക് വന്നിരിക്കുന്ന ഷാഫി, ഈ ഷാഫിയെക്കുറിച്ച് നല്ല അഭിപ്രായമൊന്നുമില്ലല്ലോ. ഇപ്പോൾ പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിൽ ദീർഘകാലം മുനിസിപ്പൽ ചെയർമാനായിരുന്ന തങ്ങൾ, അദ്ദേഹം രോഗബാധിതനായി മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ കോൺഗ്രസ്സുകാരോടും മക്കളോടും പറഞ്ഞ എന്താണ്? എൻ്റെ ബോഡി കാണാൻ ഈ ഷാഫിയെയും ഈ ഷാഫിയുടെ റിയൽ എസ്റ്റേറ്റ് കൂറുകച്ചവടക്കാരനായ CP മുഹമ്മദ് എന്ന് പറയുന്ന പഴയ പട്ടാമ്പി MLAയും അനുവദിക്കരുത്. അവരുടെ ഭാഗത്തുനിന്ന് വളരെ ഗുരുതരമായ പൊറുക്കാനാവാത്ത ആക്രമണങ്ങൾ, പൊറുക്കാനാവാത്ത ചെയ്തികൾ എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് ഈ ഷാഫിയേക്കാൾ വലിയ പാരമ്പര്യമുള്ള കോൺഗ്രസ്സുകാരൻ, പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിലെ ദീർഘകാല ചെയർമാനായിരുന്ന തങ്ങൾ പറഞ്ഞു വെച്ചു. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു ഹിസ്റ്ററി അത്ര നല്ലതല്ല. വളരെ മോശപ്പെട്ട പാരമ്പര്യവും മോശപ്പെട്ട ചെയ്തികളുടെ റെക്കോർഡുമുള്ളവരാണ് ഇവർ. ഇവിടെ നീലിമ പറഞ്ഞതുപോലെ വടകര എന്ന് പറയുന്നത് മൊയാരത്ത് സംഘം താമസിച്ച് KPCCക്ക് വേണ്ടി കേരള കേസരി ഇറക്കിയ സ്ഥലമാണ്. വടകരയിൽ തൊഴിലുറപ്പ് പെണ്ണുങ്ങൾ മോശക്കാരാണെന്ന് മുദ്രാവാക്യം വിളിച്ച അതേ സ്ഥലത്ത് അന്നത്തെ ജവഹർ ലൈബ്രറി, ആ ലൈബ്രറിയിൽ ഇരുന്നു കൊണ്ടാണ് മൊയാരത്ത് ശങ്കരൻ കേരള രാഷ്ട്രീയത്തെയും ദേശീയ രാഷ്ട്രീയത്തെയും വിശകലനം ചെയ്യുന്ന കേരള കേസരിയിലെ നിരവധി ലേഖനങ്ങൾ റെഫർ ചെയ്ത് എഴുതിയത്. ആ ചരിത്രമുള്ള കോൺഗ്രസ് ആണോ ഇന്നത്തെ കോൺഗ്രസ്? കെ സുധാകരൻ്റെ കോൺഗ്രസ് സ്വയം എത്ര ആഗ്രഹിച്ചാലും നടക്കില്ല. ആവശ്യം വന്നാൽ, അവസരം വന്നാൽ BJPയിലേക്ക് പോകുമെന്ന് പറയാൻ ഒരു മടിയുമില്ലാത്ത ഒരു KPCC അധ്യക്ഷൻ. ആ KPCC അധ്യക്ഷൻ്റെ അനുയായികളാണ് ഇപ്പോൾ ബെന്നി ബെഹ്റാൻ തൊട്ട് കോൺഗ്രസിനകത്തുള്ള ഒരു ലോബിയെക്കുറിച്ച് വളരെ വിവാദപരമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ കെ കരുണാകരനെതിരായിട്ട് കള്ളക്കഥകൾ വരെ, ചാരക്കേസ് വരെ പടച്ചുണ്ടാക്കി കരുണാകരനെ അധികാരത്തിൽ നിന്ന് പോക്കിയ കോൺഗ്രസിനകത്ത് തന്നെയുള്ള ഒരു ഉപജാപക സംഘം. ആ ഉപജാപക സംഘത്തിൻ്റെ ഇന്നത്തെ പിന്തുടർച്ചയാണ് ഷാഫി പറമ്പിൽ, ഈ രാഹുൽ മാങ്കൂട്ടം പോലുള്ള നേതാക്കൾ. അവരുടെ ഒരു രാഷ്ട്രീയ പരീക്ഷണ ഭൂമിയാക്കിയിട്ട് അവർ വടകരയെ മാറ്റുകയാണ്. വടകരയിലെ പ്രബുദ്ധരായ കോൺഗ്രസ്സുകാർ, സാധാരണ ജനങ്ങൾ, വോട്ടർമാർ ഇത് അംഗീകരിക്കില്ല. എനിക്ക് വളരെ കൃത്യമായിട്ടറിയാം, കോൺഗ്രസ്സിലെ നിരവധി മാന്യന്മാരായിട്ടുള്ള നേതാക്കൾ ടീച്ചറെ വിളിച്ചിട്ടുണ്ട്.
ടീച്ചറോട് സമാധാനപ്പെടാനും ഇതിലൊക്കെ തന്നെ പോളിങ്ങിലൂടെ ഈ കോൺഗ്രസ്സുകാർക്ക് ഷാഫിക്ക് നന്നായി കിട്ടും, അവരാരുടെ കയ്യിലാണ് കളിക്കുന്നത് എന്ന് വളരെ കൃത്യമായി ഇവരെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഷാഫിയുടെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ നൂതന സാങ്കേതിക വിദ്യയുടെ സാധ്യതയിൽ എന്താണ്, ഇതൊരു സത്യാനന്തര കാലമൊക്കെയാണല്ലോ, അപ്പോൾ അതിലൂടെ ഉണ്ടാക്കുന്ന ഒരു അന്തരീക്ഷത്തിലൂടെ തെരഞ്ഞെടുപ്പ് പോലുള്ള ഒരു പ്രക്രിയ കേരളം പോലുള്ളൊരു സമൂഹത്തിനകത്ത് അങ്ങ് നേരിട്ട് കളയാമെന്ന വ്യാമോഹമുണ്ടെങ്കിൽ അതിനു കൂടിയുള്ള മറുപടിയായിരിക്കും ജൂൺ 3-ാം തീയതി വടകരയിലെ റിസൾട്ടായിട്ട് പുറത്തു വരാൻ പോകുന്നത്. അതുകൊണ്ട് സോയ 3-ാം തീയതി ചിലപ്പോൾ ഞാനും സോയയൊക്കെ ഇതുപോലുള്ള ഒരു ഇലക്ഷൻ വിശകലനത്തിന് വരും. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. സോയ, പാർട്ടിക്കകത്ത് സ്ത്രീകൾക്ക് തന്നെ രക്ഷയില്ല എന്നാണ് ലതിക സുഭാഷ് നേരത്തെ പറഞ്ഞതൊക്കെ നമുക്കറിയാം. ഏറ്റവും ഒടുവിൽ പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി BJP താവളത്തിലെത്തിക്കിയ പത്മജ പറഞ്ഞത് എന്താണ്? കോൺഗ്രസ് പാർട്ടിയിൽ സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ യാതൊരു സ്വാതന്ത്ര്യവുമില്ല, അഥവാ പ്രവർത്തിച്ചാൽ പലതും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും എന്നൊക്കെയുള്ള ലാഞ്ചന വരുന്ന രീതിയിൽ പത്മജ സംസാരിക്കുകയുണ്ട്. പിന്നെയാണോ പുറത്തുള്ള പാർട്ടിയിലെ സ്ത്രീകളുടെ കാര്യം? ഒരു 30 സെക്കൻഡ് എടുത്ത് ചർച്ച സമഗ്രമാക്കണം. ഒരു അതിഥിയിലേക്ക് കൂടി പോകേണ്ടതുണ്ട് നമുക്ക്. വളരെ പെട്ടെന്ന്. ജി സുധാകരനും VS അച്യുതാനന്ദനും MM മണിയൊക്കെ പറഞ്ഞു വെക്കുന്ന പിന്നെ സംസ്കാരത്തെ പറ്റി ഞാൻ കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല. പിന്നെ അദ്ദേഹം ഉന്നയിച്ച ചില ആരോപണങ്ങൾ, വ്യാജ ID കാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണം, പിണറായി വിജയന്റെ പോലീസല്ലേ, നിങ്ങൾ പിടിക്കൂ, നിങ്ങൾ ആ കേസ് തെളിയിക്കൂ, നിങ്ങൾ ഈ വെറുതെ ഈ പടർപ്പിൽ തല്ലി സമയം കളയാതെ പിണറായി വിജയന്റെ ഇത്ര വളരെ കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായതൊക്കെ താങ്കൾക്ക് അറിയാവുന്ന കാര്യമാണ്. ജാമ്യത്തിൽ ഇറങ്ങി നടക്കുന്നതൊക്കെ താങ്കൾക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ സോയ, അതൊന്നും മറച്ചു വെക്കരുത്. ഏറ്റവും ഒടുവിൽ സജീവനിലേക്ക് ഷാഫിയുടെ ചരിത്രം, ശ്രീ സജീവൻ വളരെ കൃത്യമായി ഈ ആരോപണങ്ങൾ ഒരു ശൈലജ ടീച്ചറെ LDFന്റെ സ്ഥാനാർത്ഥിയെ കരിവാരി തേക്കാൻ നടത്തിയ ഈ ശ്രമങ്ങൾ ഏറ്റവും ഒടുവിൽ ഷാഫിക്ക് വിനയാകുന്ന ഒരു രാഷ്ട്രീയ സ്ഥിതിയിലല്ലേ ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്? ഇല്ല, ഇപ്പം പൊതുവെ പല ഇലക്ഷൻ സർവേകളും വരുന്നുണ്ടല്ലോ. ഓക്കെ, അതിലൊക്കെ നമുക്കറിയാം വടകര 2 തവണ മുല്ലപ്പള്ളി രാമചന്ദ്രൻ 2 തവണ ജയിച്ച സ്ഥലം, അത് കഴിഞ്ഞിട്ട് K മുരളീധരൻ ജയിച്ച സ്ഥലം, ഇതൊക്കെയാണല്ലോ. ഇവിടെ ഇത്തവണ അങ്ങനെ ഒരു സാധ്യത, കാരണം മറ്റുള്ള ഏത് മണ്ഡലത്തിനേക്കാളും സാധ്യത കൂടേണ്ടതാണ്, പക്ഷെ അങ്ങനെ ഒരു സാധ്യത ഇല്ല എന്ന് പല തിരഞ്ഞെടുപ്പ് സർവേകൾ വെളിപ്പെടുത്തുന്നുണ്ട്. അവിടെ ടീച്ചർക്കാണ് മുൻതൂക്കം. സ്വാഭാവികമായിട്ട് നമുക്കൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ അവസാനമായിട്ട് അടിച്ചിരുത്താനുള്ള ഒരു ശ്രമം നടക്കും. ആ ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റ് പല മണ്ഡലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആദ്യമായി LDFന്റെ സാധ്യത മണ്ഡലങ്ങളിൽ ആദ്യമായിട്ട് വന്ന പേര് വടകര. ഇത് തുടക്കത്തിൽ തന്നെ മനോരമ ന്യൂസ് ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളത് വടകര LDFനോടൊപ്പം എന്നുള്ളതായിരുന്നു. ഇപ്പോഴൊന്നുമല്ല, സ്ഥാനാർത്ഥികളൊക്കെ രംഗത്ത് വരുന്നതിന് മുമ്പേ തന്നെ സാധ്യതയെക്കുറിച്ച് മനോരമ ന്യൂസ് കൊടുത്തിരുന്നതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം മാതൃഭൂമി കൊടുത്തപ്പോഴും ഈ വടകര LDFനോടൊപ്പം നിൽക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും LDF അനുകൂലമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് വടകര പോയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന്റെയൊക്കെ പ്രതിഫലനമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. യെസ്, അതായത് രാഷ്ട്രീയം പറയാൻ കെൽപ്പില്ലാത്തതുകൊണ്ട് വ്യക്തിഹത്യ എന്ന പുതിയ രാഷ്ട്രീയ പ്രചാരണ രീതിയിലേക്ക് കോൺഗ്രസ് കടക്കുകയാണ്. ഈ അധിക്ഷേപത്തിന് അറുതി വേണം. KK ശൈലജ ടീച്ചർക്കൊപ്പമാണ് കേരളം എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുക കൂടി ചെയ്യുകയാണ് ന്യൂസ് ആൻഡ് വ്യൂസ്. ഇപ്പോൾ ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകുകയാണ്.